Good afternoon. Good afternoon, Miss. Good afternoon. Hi, hello. Good afternoon. അയ്യോ നിങ്ങൾ പറയുന്നത് എനിക്ക് കേൾക്കാൻ കഴിയില്ല. ഞാൻ പറയുന്നത് എനിക്ക് കേൾക്കുന്നുണ്ടോ? ഓക്കെ. നിങ്ങൾ എന്തെങ്കിലും എന്നോടൊന്ന് പറയോ? എനിക്കൊന്നും കേൾക്കാനില്ലല്ലോ. വീട്ടാണോ? നിങ്ങൾക്കല്ലോ. Good afternoon, ma'am. കേൾക്കുന്നോ? സിജി എന്തല്ലോ നാച്ചുറൽ എന്തോ പറയുന്നുണ്ട്, പക്ഷെ എനിക്ക് കേൾക്കുന്നില്ല. Okay. Hi, ma'am. Good afternoon. ഓക്കെ, ഇനി പറഞ്ഞോളൂ കേട്ടോ. കേൾക്കുന്നുണ്ട്. Good afternoon. Good afternoon. Good afternoon, ma'am. എന്താ വിശേഷം മാം? എന്താ വിശേഷം? നല്ല വിശേഷം. എന്താണെന്ന് അറിയോ, നിങ്ങളുടെ ഒരു ഗുഡ് ആഫ്റ്റർനൂൺ കേട്ടില്ലെങ്കിൽ എനിക്ക് ഒരു സുഖമില്ല. അപ്പൊ ഞാൻ എന്തെങ്കിലും പറയുന്നുണ്ടല്ലോ, എനിക്ക് എന്ത് കേൾക്കണ്ടേ, ചെവിക്ക് എന്തെങ്കിലും പ്രശ്നം പറ്റിയത് വിചാരിച്ചു. പിന്നെ നിങ്ങളൊക്കെ കഴിച്ചാ? ഫുഡൊക്കെ കഴിച്ച എല്ലാവരും? കഴിച്ചു. എന്താണ് നജു അങ്ങോട്ട് സൗണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നുകൊണ്ടിരിക്കുകയാണല്ലോ. എവിടെയെങ്കിലും സ്ഥലത്ത് ഇരുന്നേ. എവിടെ പോയി സൗദ? അവിടെ ഉണ്ടോ? സൗദിന്റെ വീട്ടിൽ ആടുണ്ടോ? ആടുണ്ടോ സൗദ? കരച്ചിൽ കേൾക്കാറുണ്ട് ആടിന്റെ. ഇന്നലെ ഞങ്ങളെല്ലാരും കേൾക്കുന്നു. അപ്പൊ അതല്ലേ രസം. ഇന്നലെ സൗദി അറേബ്യയിലേക്ക് വെച്ചിട്ടുണ്ടായിരുന്നില്ല. സൗദിയുടെ ആടിന്റെ കരച്ചിൽ ഞങ്ങൾക്ക് അപ്പുറത്ത് അവിടെ കേൾക്കാം. അത് ഇവിടെ ആടിന്റെ ശബ്ദം കേട്ടത് പുറത്തെവിടെ ആട് വന്നിട്ടുണ്ടെന്നാണ് ഞാൻ അവന് കിട്ടിയ അവിടെ ആടിലേക്ക് കിട്ടിയാൽ സൗദയുടെ അടുത്ത് നിന്നാവുന്നത്. ആടിന്റെ ഇത് വെക്കണം കേട്ടോ. ഓക്കെ, ഗുഡ് ആഫ്റ്റർനൂൺ. ശരി, അപ്പൊ നമുക്ക് ക്ലാസ്സിലോട്ട് കടക്കാം. നമുക്ക് കഴിഞ്ഞ ക്ലാസ്സിൽ നമുക്ക് മെഡിക്കൽ എക്യുപ്മെന്റ്സിന്റെ ഒരു എക്യുപ്മെന്റും കൂടെ നമുക്ക് പറയാനായിട്ടുള്ളൂ. അത് മാത്രമേ നമുക്കുള്ളൂ കേട്ടോ. ബാക്കി 42 നമ്മൾ പഠിച്ചു കഴിഞ്ഞു. 43ാമത്തെ മെഡിക്കൽ എക്യുപ്മെന്റ് എന്ന് പറയുന്നത് ട്രാക്ഷൻ ആണ് കേട്ടോ. ഇതാണ് ട്രാക്ഷൻ കേട്ടോ. ട്രാക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? ശരിക്കും ട്രാക്ഷന്റെ മീനിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിന്റെ ഒരു ഭാഗത്തേക്ക് നമ്മളൊരു എന്താ പറയുക, ഒരു പ്രത്യേക ഫോഴ്സ് കൊടുത്തിട്ട് നമ്മൾ അതായത് ബലം പ്രയോഗിച്ച് വലിച്ച് നിർത്തുന്ന ആ ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ ട്രാക്ഷൻ എന്നാണ് പറയുന്നത്. ഇതാണ് ട്രാക്ഷൻ. അതായത് നമ്മുടെ ശരീരത്തിന്റെ ഒരു ഭാഗത്തേക്ക് നമ്മളൊരു നിശ്ചിത ശക്തിയിൽ ബലം പ്രയോഗിച്ച് നമ്മുടെ വലിച്ചു നിർത്തുന്ന ആ ഒരു രീതി ഉണ്ടല്ലോ, ആ ഒരു പ്രോസസ്സിനെയാണ് ശരിക്കും നമ്മുടെ ട്രാക്ഷൻ എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് ഇനി അതവിടെ വായിക്കാം. എന്താണ് മെഡിക്കലിൽ എന്താണ് ട്രാക്ഷൻ? ട്രാക്ഷൻ is a set of mechanisms to straighten broken bones or relieve the pressure on the spine and bones. അതായത് ട്രാക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മൾ ഈ പൊട്ടിയിട്ടുള്ള എല്ലുകളൊക്കെ ഉണ്ടല്ലോ, മീൻസ് ഫ്രാക്ചർ ആയിട്ടുള്ള എല്ലുകളൊക്കെ നേരെയാക്കാനും അതുപോലെ തന്നെ ഈ സ്പൈൻ ബോൺസ്, അസ്ഥികള്, സ്പൈനിന്റെ ഭാഗത്തൊക്കെയുള്ള ആ ഒരു സമ്മർദ്ദം കുറയ്ക്കുന്നതിന് മറ്റുമായിട്ട് ഉപയോഗിക്കുന്ന സംവിധാനങ്ങളാണ് ഇത് ട്രാക്ഷൻ എന്ന് പറയുന്നത്. പിക്ചർ കാണുമ്പോൾ മനസ്സിലാവും. ഓക്കെ, നമ്മൾ പൊട്ടിയ എല്ലുകളൊക്കെ നേരെയാക്കി അതിന് നേരെയാക്കി പ്രത്യേക സ്ഥാനത്ത് നിർത്തി അതിന് നേരെയാക്കി നിർത്തുന്നതിന്, അതുപോലെ തന്നെ നമ്മുടെ സ്പൈൻ, അസ്ഥികള്, ആ ഭാഗത്തുണ്ടാകുന്ന ആ ഒരു പ്രഷർ ഉണ്ടല്ലോ, സമ്മർദ്ദം, അതൊക്കെ കുറയ്ക്കുന്നതിന് വേണ്ടിയിട്ട്
നമ്മൾ ഉപയോഗിക്കുന്ന സംവിധാനങ്ങളാണ് ട്രാക്ഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി there are mainly two types of traction. ട്രാക്ഷൻ പ്രധാനമായിട്ടും രണ്ട് ടൈപ്പ് ആണ് ഉള്ളത്. രണ്ട് ടൈപ്പ് ട്രാക്ഷൻ ആണ് ഉള്ളത്. ഏതൊക്കെയാണ്? ഒന്ന് സ്കിൻ ട്രാക്ഷൻ, രണ്ട് സ്കെൽറ്റൽ ട്രാക്ഷൻ. ഒന്നാമത്തെ എന്താണ്? സ്കിൻ ട്രാക്ഷൻ. സ്കിൻ ട്രാക്ഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മുടെ സ്കിന്നിന്റെ മുകളിലൂടെ നമ്മുടെ ബലം പ്രയോഗിക്കുന്ന രീതിയാണ് സ്കിൻ ട്രാക്ഷൻ. ഇപ്പൊ നമ്മൾ സാധാരണ കൈയിലൊക്കെ ഫ്രാക്ചർ വരുന്ന സമയത്ത് എന്ത് ചെയ്യും? കയ്യിൽ ബാൻഡ് ഇതൊക്കെ കിട്ടാറുണ്ട് അല്ലെ? അത് തന്നെയാണ്. അതായത് നമ്മുടെ സ്കിന്നിന്റെ മുകളിലായിട്ട് നമ്മൾ ടേപ്പുകളോ അല്ലെങ്കിൽ പ്ലാസ്റ്ററുകളോ ഒക്കെ ഘടിപ്പിച്ചിട്ട് അതിലൂടെ നമ്മൾ ബലം കൊടുക്കുന്ന രീതിയാണ് സ്കിൻ ട്രാക്ഷൻ എന്ന് പറയുന്നത്. സ്കിന്നൊക്കെ ഇടാറില്ലേ നമ്മുടെ കയ്യിൽ ഫ്രാക്ചർ വരുന്ന സമയത്ത്? അത് നമ്മൾ അകത്തല്ലല്ലോ, നമ്മൾ പുറത്തല്ലേ, പുറത്ത് വെച്ചിട്ട് കഴുത്തിൽ കൂടെ ഇടുന്നതും അല്ലാത്ത സ്പ്ലിന്റ് ഒക്കെ നമ്മൾ ഇടാറുണ്ട്. ഓക്കെ, അപ്പൊ അവിടെ എന്താണ്? നമ്മുടെ സ്കിന്നിന്റെ മുകളിൽ നമ്മൾ ടേപ്പുകളോ പ്ലാസ്റ്ററുകളോ ഒക്കെ നമ്മൾ ഘടിപ്പിച്ചിട്ട് അതുവഴി നമ്മുടെ ബലം നൽകുന്ന ഒരു രീതിയാണ് സ്കിൻ ട്രാക്ഷൻ എന്ന് പറയുന്നത്. ഇനി എന്താണ് സ്കെൽറ്റൽ ട്രാക്ഷൻ എന്ന് പറഞ്ഞാല്? സ്കെൽറ്റൽ ട്രാക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അവിടെ ഉദ്ദേശിക്കുന്നത് നമ്മുടെ എല്ലുകളുടെ ഉള്ളില് വല്ല പിന്നോ കമ്പിയോ സ്ക്രൂവോ അതൊക്കെ ഘടിപ്പിച്ച് അതുവഴി ബലം കൊടുക്കുന്ന രീതിയാണ് സ്കെൽറ്റൽ ട്രാക്ഷൻ എന്ന് പറയുന്നത്. വളരെ മേജർ ഫ്രാക്ചർ ഒക്കെ സംഭവിക്കുന്ന സമയത്ത് അങ്ങനെ ചെയ്യാറുണ്ട്. സർജറി ഒക്കെ ചെയ്ത് ഉള്ളില് വല്ല സ്ക്രൂവോ അല്ലെ, സ്ക്രൂവും അതുപോലെ കമ്പിയൊക്കെ വെച്ച് അങ്ങനെ സ്റ്റീലൊക്കെ വെച്ചിട്ട് അങ്ങനെ തേര് നിർത്താറുണ്ട് അല്ലെ. ആ രീതിയാണ് എന്ത്? സ്കെൽറ്റൽ ട്രാക്ഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ഇത്രയേ ഉള്ളൂ. സ്കിൻ ട്രാക്ഷൻ എന്ന് പറയുമ്പോൾ നമ്മൾ സ്കിന്നിന് മുകളിലൂടെ, അതായത് സ്കിന്നിൽ നമ്മൾ ടേപ്പുകളോ പ്ലാസ്റ്ററുകളോ ഒക്കെ ഘടിപ്പിച്ചിട്ട് അതുവഴി നമ്മൾ ബലം നൽകുന്ന രീതിയാണ് സ്കിൻ ട്രാക്ഷൻ എന്ന് പറയുന്നത്. സ്കെൽറ്റൽ ട്രാക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എല്ലുകളുടെ ഉള്ളിലെ സ്ക്രൂകളോ കമ്പികളോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും പിന്നുകളൊക്കെ നമ്മൾ ഘടിപ്പിച്ച് അതുവഴി നമ്മുടെ ബലം കൊടുത്ത് അതിനെ നേരെയാക്കി വലിച്ചു നിർത്തുന്ന രീതിയാണ് സ്കെൽറ്റൽ ട്രാക്ഷൻ എന്ന് പറയുന്നത്. അങ്ങനെ രണ്ട് തരത്തിലുണ്ട് കേട്ടോ. They are utilized in orthopedic medicine. ഇത് പ്രധാനമായിട്ടും ഓർത്തോ വിഭാഗത്തിലാണ് ഉപയോഗിക്കുന്നത്. കാരണം അവിടെയാണല്ലോ, ഓർത്തോ വിഭാഗത്തിലാണ് നമ്മൾക്ക് ബോൺസും സ്പൈനും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ അവിടെയാണ് വരുന്നത് അല്ലെ. സോ ഇത് കൂടുതൽ ഉപയോഗിക്കുന്നത് ഓർത്തോപീഡിക് മെഡിസിനിലാണ്. ഓക്കെ, മനസ്സിലായല്ലോ ട്രാക്ഷൻ എന്താണെന്നുള്ളത്? അതായത് ഫ്രാക്ചർ ആയിട്ടുള്ള കുട്ടിയെ എല്ലുകളൊക്കെ നേരെയാക്കാനും നമ്മുടെ അസ്ഥികള് സ്പൈൻ ആ ഭാഗത്തുള്ള സമ്മർദ്ദം, ആ ഒരു പെയിൻ, ആ ഒരു പ്രഷർ അതൊക്കെ റിലീവ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ഒരു കൂട്ടം സംവിധാനങ്ങളാണ് ട്രാക്ഷൻ എന്ന് പറയുന്നത്. പ്രധാനമായിട്ടും രണ്ട് ടൈപ്പ് ട്രാക്ഷൻ ആണുള്ളത്. ഒന്ന് സ്കിൻ ട്രാക്ഷൻ, മറ്റൊന്ന് സ്കെൽറ്റൽ ട്രാക്ഷൻ. സ്കിൻ ട്രാക്ഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ സ്കിന്നിന് മുകളില് പ്ലാസ്റ്ററോ അല്ലെങ്കിൽ ടേപ്പുകളോ ഘടിപ്പിച്ച് അതുവഴി ബലം കൊടുത്ത് നേരെയാക്കി നിർത്തുന്ന രീതിയാണ് സ്കിൻ ട്രാക്ഷൻ. സ്കെൽറ്റൽ ട്രാക്ഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ എല്ലുകളില് പിന്നുകളോ അല്ലെങ്കിൽ കമ്പികളോ സ്ക്രൂകളോ ഒക്കെ ഘടിപ്പിച്ച് അതുവഴി ബലം കൊടുക്കുന്ന രീതിയാണ് സ്കെൽറ്റൽ ട്രാക്ഷൻ. പ്രധാനമായിട്ടും ഇത് ഓർത്തോപീഡിക് മെഡിസിനിലാണ് ഉപയോഗപ്പെടുന്നത്. ഓക്കെ, ഇതോടുകൂടി നമ്മുടെ മെഡിക്കൽ എക്യുപ്മെന്റ്സ് എന്ന് പറയുന്ന ചാപ്റ്റർ ഇവിടെ അവസാനിക്കുകയാണ് കേട്ടോ. നമ്മൾ 43ഓളം മെഡിക്കൽ എക്യുപ്മെന്റ്സുകളാണ് ആ ഒരു ചാപ്റ്ററിനകത്ത് നമ്മൾ പരിചയപ്പെട്ടത് കേട്ടോ. അപ്പൊ എല്ലാം ഈ പറഞ്ഞ 43 എല്ലാം നിങ്ങൾക്ക് അറിയാവുന്നതാണ്. വളരെ ഒന്നോ രണ്ടോ എക്യുപ്മെന്റ്സുകൾ മാത്രമാണ് നമുക്ക് ഒട്ടും ഫെമിലിയർ അല്ലാത്തത്. ബാക്കി എല്ലാതും നിങ്ങൾക്ക് അറിയാവുന്നതാണ് കേട്ടോ. അതുപോലെ തന്നെ ECG, അതുപോലെ ഹോൾട്ടർ മോണിറ്റർ, കാർഡിയാക് മോണിറ്റർ, ഇതൊന്നും അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം മാറിപ്പോകരുത് കേട്ടോ. അതുപോലെ സിറിഞ്ച് പമ്പും ഇൻഫ്യൂഷൻ പമ്പും രണ്ടിന്റെ പർപ്പസ് എന്ത് തന്നെയാണ്? മെഡിസിൻസ് മറ്റു ഫ്ലൂയിഡ്സുകള് രോഗിയുടെ ശരീരത്തിലോട്ട് എന്ത് ചെയ്യാം, അഡ്മിനിസ്റ്റർ ചെയ്യാന്നുള്ളതാണ് രണ്ടിന്റെയും പർപ്പസ്. വ്യത്യാസം ആണ് നമ്മൾ അവിടെ ശ്രദ്ധിക്കുന്നത്. സിറിഞ്ച് പമ്പ് എന്ന് പറയുമ്പോൾ അവിടെ ചെറിയ വോളിയത്തിലുള്ള ഫ്ലൂയിഡ്സ് മെഡിക്കേഷൻസ് ഒക്കെ നമുക്ക് ഇൻഫ്യൂസ് ചെയ്യാനാണ് ഉപയോഗിക്കുന്നതെങ്കിൽ ഇൻഫ്യൂഷൻ പമ്പ് എന്ന് പറയുമ്പോൾ കുറെ ലാർജർ വോളിയത്തിൽ ഫ്ലൂയിഡ്സുകളും മെഡിസിൻസും മറ്റും എന്താണ് അഡ്മിനിസ്റ്റർ ചെയ്യാനായിട്ടാണ് ഇൻഫ്യൂഷൻ പമ്പ് ഉപയോഗപ്പെടുത്തുന്നത് കേട്ടോ. ഓക്കെ, ക്ലിയർ ആയിരുന്നു ചാപ്റ്റർ. മെഡിക്കൽ എക്യുപ്മെന്റ്സ് ഓക്കെ അല്ലേ? ചാപ്റ്റർ മനസ്സിലായില്ലേ? ഇത് നിർബന്ധമായിട്ടും പഠിക്കണം കേട്ടോ. ഇത് എളുപ്പമാണ്, നിങ്ങൾക്ക് പെട്ടെന്ന് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന ഒരു ചാപ്റ്റർ ആണ് കേട്ടോ. അതുകൊണ്ട് ഇത് ഒരു ക്വസ്റ്റ്യൻ പോലും നിങ്ങൾ തെറ്റിക്കരുത് കേട്ടോ. കറക്റ്റ് ആയിട്ട് മാർക്ക് ചെയ്യും. തെറ്റാണല്ലോ. അങ്ങനെയാണെങ്കിൽ നമുക്ക് പുതിയൊരു ചാപ്റ്ററിന് തുടങ്ങാം കേട്ടോ. നെക്സ്റ്റ് ചാപ്റ്റർ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത് സെൻട്രലൈസ്ഡ് മെഡിക്കൽ ഗ്യാസ് സിസ്റ്റം ആണ് കേട്ടോ. ചാപ്റ്റർ നമ്പർ 5 ആണ് ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് കേട്ടോ. ചാപ്റ്റർ നമ്പർ 5 സെൻട്രലൈസ്ഡ് മെഡിക്കൽ ഗ്യാസ് സിസ്റ്റം.
ഓക്കെ, ഇത് ചെറിയ ചാപ്റ്റർ ആണ് കേട്ടോ, ചെറിയൊരു ചാപ്റ്റർ ആണ്, എളുപ്പമാണ് പഠിക്കാനായിട്ട്. പക്ഷെ ആദ്യത്തെ 2-3 പേജസ് ആണ് കുറച്ചൊരു കുറച്ചൊന്നും വലിയ ബുദ്ധിമുട്ടൊന്നും പറയാനില്ല, എങ്കിലും നമുക്ക് ഒരു പിക്ചർ ഒക്കെ വെച്ച് പറയുകയാണെങ്കിൽ കുറച്ചും കൂടെ നിങ്ങൾക്ക് അത് മനസ്സിലാക്കാനായിട്ട് എളുപ്പമുണ്ട്. അതുകൊണ്ട് ഞാൻ കുറച്ച് പിക്ചറൊക്കെ ഡൗൺലോഡ് ചെയ്തിട്ടിട്ടുണ്ട്. അത് നോക്കിയിട്ട് പഠിക്കുമ്പോൾ നമുക്ക് കുറച്ചും കൂടെ എളുപ്പമായിരിക്കും കേട്ടോ. അതായത് നമ്മളിവിടെ സെൻട്രലൈസ്ഡ് മെഡിക്കൽ ഗ്യാസ് സംവിധാനത്തിനെ പറ്റിയിട്ടാണ് പഠിക്കുന്നത് കേട്ടോ. അതായത് നമ്മളൊരു കേന്ദ്രീകൃത പൈപ്പ് സംവിധാനത്തിലൂടെ മെഡിക്കൽ ഗ്യാസ് ആശുപത്രി മുഴുവനും എത്തിക്കുന്ന ഒരു സംവിധാനമാണ് കേട്ടോ, സെൻട്രലൈസ്ഡ് മെഡിക്കൽ ഗ്യാസ് സിസ്റ്റം. അപ്പൊ നമ്മള് ഇതിനകത്ത് മെഡിക്കൽ ഗ്യാസ് എന്താണെന്നും മെഡിക്കൽ ഗ്യാസുകൾ ഉപയോഗിക്കുന്ന ഹോസ്പിറ്റലിന്റെ വിവിധ ഏരിയകൾ ഏതൊക്കെയാണെന്നും പിന്നെ പ്രധാനമായിട്ടും നമുക്കൊരു 7 മെഡിക്കൽ ഗ്യാസുകളെ പറ്റിയിട്ട് ഇതിനകത്ത് പഠിക്കാനുണ്ട്. ഓരോ മെഡിക്കൽ ഗ്യാസും എന്തിനു വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത്, എപ്പോഴും ക്വസ്റ്റ്യൻ വരാറുള്ള ഒരു ഏരിയയാണ്. അപ്പൊ 7 നമുക്ക് പഠിക്കാനായിട്ടുണ്ട്. പിന്നെ നമ്മൾ പഠിക്കുന്നത് സെൻട്രലൈസ്ഡ് മെഡിക്കൽ ഗ്യാസ് സിസ്റ്റത്തിന്റെ ആ ഒരു കമ്പോണൻസുകൾ, മൊത്തത്തിൽ അതിനെ പറ്റി നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുന്നുണ്ട്. ഓക്കെ, അതിന്റെ വിവിധ കമ്പോണന്റുകളും അതിന്റെ പ്രവർത്തന രീതികളും പർപ്പസുകളും കാര്യങ്ങളൊക്കെ നമ്മൾ ഈ ചാപ്റ്ററിൽ പഠിക്കുന്നു. ഇവിടെ വരെയുള്ള ഭാഗങ്ങളാണ് നമുക്ക് കുറച്ചൊരു ബുദ്ധിമുട്ടായിട്ട് തോന്നുന്നത്. ബാക്കിയുള്ള ഭാഗങ്ങൾ എളുപ്പമാണ്. ബാക്കിയുള്ളത് എന്താണ്, നമ്മൾ ഇങ്ങനെയുള്ള മെഡിക്കൽ ഗ്യാസുകളും മറ്റു സിലിണ്ടറുകളും മറ്റും ഒക്കെ കൈകാര്യം ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ചില സുരക്ഷാ മുൻകരുതലുകളും അത് ഉപയോഗിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളൊക്കെയാണ് പഠിക്കാനായിട്ട് കേട്ടോ. അത്രയേ ഉള്ളൂ ചാപ്റ്ററിനകത്ത്. പിന്നെ വേറൊരു ഇമ്പോർട്ടന്റ് കാര്യം ഈ ചാപ്റ്ററിൽ വരുന്നത് കളർ കോഡാണ് കേട്ടോ. കളർ കോഡ് ഒരു ഷുവർ ക്വസ്റ്റ്യൻ ആണ്, എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറിലും ഉണ്ടാവാറുണ്ട്. ഓരോ മെഡിക്കൽ വാതകങ്ങൾക്കും നമ്മൾ ഉപയോഗിക്കുന്ന ഒരു കളർ കോഡ് ഉണ്ട്, ടേബിൾ ആയിട്ട് നിങ്ങൾ അവരുടെ ടെക്സ്റ്റിൽ കൊടുത്തിട്ടുണ്ട്. അത് ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. അത്രയാണ് നമ്മൾ ആ ഒരു ചാപ്റ്ററിൽ പഠിക്കുന്നത്. ഓക്കെ അല്ലേ? ചാപ്റ്ററിനെ പറ്റി ഒരു ഐഡിയ കിട്ടിയില്ലേ നിങ്ങൾക്ക്? നമ്മൾ എന്താ പഠിക്കാൻ പോകുന്നതിനെ പറ്റി ഐഡിയ ആയില്ലേ? ഓക്കെ, അപ്പൊ നമുക്ക് അതിലേക്ക് കടക്കാം കേട്ടോ. ചാപ്റ്റർ നമ്പർ 5 സെൻട്രലൈസ്ഡ് മെഡിക്കൽ ഗ്യാസ് സിസ്റ്റം. ആദ്യം നമുക്ക് ജസ്റ്റ് ഇൻട്രൊഡക്ഷൻ ഒന്ന് വായിക്കാം കേട്ടോ. എന്താണ് മെഡിക്കൽ ഗ്യാസസ് നോക്കാം. മെഡിക്കൽ ഗ്യാസ് അഡ്മിനിസ്റ്റർഡ് ടു ദ പേഷ്യന്റ്. നമ്മൾ പേഷ്യൻസിന് അവരുടെ ചികിത്സാ ആവശ്യങ്ങൾക്ക് അല്ലെങ്കിൽ അവരുടെ ശ്വസന ആവശ്യങ്ങൾക്കും മറ്റും ഉപയോഗിക്കുന്ന വാതകങ്ങളെ നമുക്ക് എന്ത് പറയാം? മെഡിക്കൽ ഗ്യാസസ് എന്ന് പറയാം അല്ലെ? മെഡിക്കൽ ഗ്യാസസ് ആർ ദ ഗ്യാസസ് അഡ്മിനിസ്റ്റർഡ് ടു ദ പേഷ്യൻസ് അല്ലെ? നമ്മൾ പേഷ്യൻസിന് എന്തിനു വേണ്ടിയിട്ട് അഡ്മിനിസ്റ്റർ ചെയ്യുന്നത്? ചികിത്സയുടെ ആവശ്യങ്ങൾക്കുണ്ട്, പിന്നെ അവരുടെ ശ്വസന ആവശ്യങ്ങൾക്കും മറ്റുമായിട്ട് നമ്മൾ ഒരു രോഗിയിൽ എന്താണ് അഡ്മിനിസ്റ്റർ ചെയ്യുന്ന വാതകങ്ങൾ, അവയെ നമുക്ക് മെഡിക്കൽ ഗ്യാസസ് എന്ന് പറയാം. ഇനി എന്താണ് സെൻട്രലൈസ്ഡ് മെഡിക്കൽ ഗ്യാസ് സിസ്റ്റം എന്ന് പറഞ്ഞാല്? സെൻട്രലൈസ്ഡ് മെഡിക്കൽ ഗ്യാസ് സിസ്റ്റംസ് ആർ increasingly turning out to be an essential requirement in hospitals in the same way that other necessary services and utilities like electricity, water and air conditioning. ഒരു ആശുപത്രിക്ക് നമുക്കറിയാം അല്ലെ, വെള്ളം, അതുപോലെ തന്നെ വൈദ്യുതി അല്ലെ, പിന്നെ എന്താണ് AC അല്ലെ, ഇതിനൊക്കെ എത്രത്തോളം പ്രാധാന്യമുണ്ടോ അതുപോലെ ഒഴിച്ചുകൂടാനാവാത്ത ഒരു എന്താ പറയാ സംവിധാനമാണ് സെൻട്രലൈസ്ഡ് മെഡിക്കൽ ഗ്യാസ് സിസ്റ്റം എന്ന് പറയുന്നത്. മനസ്സിലായോ? ഒരു ആശുപത്രിയിൽ ഇലക്ട്രിസിറ്റി ഇല്ലാത്ത ആശുപത്രിയിൽ പ്രവർത്തിക്കാൻ പറ്റുമോ? ഇല്ല. അതുപോലെ വാട്ടർ അല്ലെ, അതുപോലെ AC, ഇതൊക്കെ ഏറ്റവും എന്താണ് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഫെസിലിറ്റികളാണ് അല്ലെ. അപ്പൊ ഇതുപോലെ തന്നെ നമുക്ക് ഒരു കാരണവശാലും ഒഴിച്ചുകൂടാൻ കഴിയാത്ത ഒരു എന്താ പറയാ സംവിധാനമാണ് സെൻട്രലൈസ്ഡ് മെഡിക്കൽ ഗ്യാസ് സിസ്റ്റം. അത്രയേറെ ഇമ്പോർട്ടൻസ് ഉണ്ട് എന്നുള്ളത് മനസ്സിലാക്കണം. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു കേന്ദ്രീകൃത സംവിധാനത്തിലൂടെ നമ്മൾ മെഡിക്കൽ വാതകങ്ങള് ആശുപത്രി മുഴുവനും സപ്ലൈ ചെയ്യുന്ന ഒരു സംവിധാനം, അതാണ് എന്ത് സെൻട്രലൈസ്ഡ് മെഡിക്കൽ ഗ്യാസ് സിസ്റ്റം. ഇത് വന്നതുകൊണ്ട് നമുക്ക് പണ്ടത്തെ പോലെ സിലിണ്ടറുകളും മറ്റുമൊക്കെ ഓരോ റൂമുകളിലൊക്കെ കൊണ്ടുവരേണ്ട ആവശ്യം ഇപ്പൊ വരുന്നില്ല. അപ്പൊ ഈ ഒരു മെഡിക്കൽ ഗ്യാസ് സംവിധാനം ഉള്ളത് കൊണ്ട് അത് നമുക്ക് ആവശ്യമായിട്ട് വരുന്നത്. ഓക്കെ, മെഡിക്കൽ ഗ്യാസ് which are the gases used in medical procedures are used for. അതൊക്കെ ഒന്ന് അണ്ടർലൈൻ ചെയ്ത് പോകാം. നമ്മൾ മെഡിക്കൽ ഗ്യാസ് എന്തൊക്കെ പർപ്പസുകൾക്ക് വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത്, എന്തൊക്കെ കാര്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കുന്നുണ്ട്? ഫോർ ട്രീറ്റ്മെന്റ്, ചികിത്സയ്ക്ക് ഉപയോഗിക്കുന്നുണ്ട്. അതുപോലെ ഫോർ അനസ്തേഷ്യക്ക് വേണ്ടി ഉപയോഗിക്കുന്നുണ്ട്.
ആൻഡ് സം ഫോർ ഡ്രൈവിംഗ് മെഡിക്കൽ ഡിവൈസസ് ആൻഡ് ടൂൾസ്. അതുപോലെ പലപ്പോഴും മെഡിക്കൽ ഉപകരണങ്ങളും മറ്റും പ്രവർത്തിപ്പിക്കുന്നതിനും നമ്മൾ എന്ത് ഉപയോഗിക്കുന്നുണ്ട്? മെഡിക്കൽ വാഹനങ്ങൾ ഉപയോഗിക്കുന്നുണ്ട്. അപ്പൊ മെഡിക്കൽ വാഹനങ്ങൾ എന്തിനൊക്കെ ഉപയോഗിക്കുന്നുണ്ട്? ട്രീറ്റ്മെന്റിന് ഉപയോഗിക്കുന്നുണ്ട്, അനസ്തേഷ്യക്ക് ഉപയോഗിക്കുന്നുണ്ട്, മറ്റു പല മെഡിക്കൽ ഉപകരണങ്ങളും പ്രവർത്തിക്കുന്നതിന് പവർ സോഴ്സ് ആയിട്ടും ഇത് ഉപയോഗിക്കുന്നുണ്ട്, മെഡിക്കൽ ഗ്യാസസ് ഉപയോഗിക്കുന്നുണ്ട്. ക്ലിയർ ആയല്ലോ? അപ്പൊ എന്താണ് മെഡിക്കൽ ഗ്യാസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മുടെ രോഗികളുടെ ചികിത്സയ്ക്ക് അവരുടെ ശ്രദ്ധ ആവശ്യങ്ങൾക്കും മറ്റും ഉപയോഗിക്കുന്ന വാതകങ്ങൾ. അതിന് നമുക്ക് മെഡിക്കൽ ഗ്യാസ് എന്ന് പറയാം. ഇനി മെഡിക്കൽ ഗ്യാസിന്റെ ഇമ്പോർട്ടൻസിനെ പറ്റി പറയുകയാണെങ്കിൽ ഒരു ആശുപത്രിയിൽ ഇലക്ട്രിസിറ്റിക്കും ബേസിക്കും അതുപോലെ വാട്ടറിനൊക്കെ എത്രത്തോളം ഇമ്പോർട്ടൻസ് ഉണ്ടോ അതുപോലെ ഒഴിച്ചുകൂടാനാവാത്ത ഒരു സംവിധാനമാണ് സെൻട്രലൈസ്ഡ് മെഡിക്കൽ ഗ്യാസ് സിസ്റ്റം എന്ന് പറയുന്നത്. ട്രീറ്റ്മെന്റിന് ഉപയോഗിക്കുന്നുണ്ട്, അനസ്തേഷ്യ പർപ്പസിന് ഉപയോഗിക്കുന്നുണ്ട്, മറ്റു പല പ്രവർത്തിപ്പിക്കുന്ന പവർ സോഴ്സ് ആയിട്ട് നമ്മുടെ മെഡിക്കൽ വാഹനങ്ങൾ ഉപയോഗപ്പെടുത്തുന്നു. ഓക്കെ, ക്ലിയർ ആയില്ലേ പറഞ്ഞ കാര്യങ്ങള്? ഓക്കെ അല്ലേ? ഇനി അടുത്തത് എന്താണ്? മെഡിക്കൽ ഗ്യാസ് യൂസ് ഏരിയാസ് ഇൻ ഹോസ്പിറ്റൽസ്. ഇനി ഹോസ്പിറ്റലുകളില് മെഡിക്കൽ വാതകങ്ങൾ ഉപയോഗിക്കുന്ന ഏരിയകള് ഏതൊക്കെയാണ്? കുറേയൊക്കെ നമുക്കറിയാം. റൂമുകളിൽ ഉപയോഗിക്കുന്നുണ്ട്, വാർഡുകളിൽ ഉപയോഗിക്കുന്നുണ്ട്, പിന്നെ ഇവിടെയൊക്കെ ഉപയോഗിക്കുന്നുണ്ട് എന്നാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത് കേട്ടോ. അപ്പൊ അതൊന്ന് അണ്ടർലൈൻ ചെയ്ത് പോണം. The departments that use the medical gases in hospitals consist of എന്തൊക്കെയാണ്? റൂംസ്, റിക്കവറി റൂമുകളിൽ ഉപയോഗിക്കുന്നുണ്ട്, വാർഡുകളിൽ ഉപയോഗിക്കുന്നുണ്ട്, അതുപോലെ റിക്കവറി റൂം അണ്ടർലൈൻ ചെയ്യാട്ടോ. റിക്കവറി റൂം എന്ന് പറയുമ്പോൾ നമ്മളെ ഈ പറയുന്ന ഓപ്പറേഷൻസും മറ്റുമൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ രോഗിയെ മാറ്റുന്ന റൂമുണ്ടല്ലോ, റിക്കവറി റൂം. അതുപോലെ ഡയഗ്നോസ്റ്റിക് പ്രൊസീജിയർ റൂം, ഈ രോഗനിർണയ റൂമുകളിലൊക്കെ ഓക്കെ ഡയഗ്നോസ്റ്റിക് പ്രൊസീജിയർ റൂമുകളിലൊക്കെ ഉപയോഗിക്കുന്നുണ്ട്. അതുപോലെ ഇന്റർവെൻഷൻ ഏരിയാസ് എന്ന് പറയുന്നത് നമ്മൾ പ്രത്യേകമായിട്ട് ചികിത്സകളും മറ്റും കൊടുക്കുന്ന ഏരിയകളൊക്കെ ഉണ്ടല്ലോ, അതിന് നമ്മൾ ഇന്റർവെൻഷൻ ഏരിയ എന്നാണ് പറയുക കേട്ടോ. പ്രത്യേക എന്താണ് ചികിത്സകൾ മറ്റും കൊടുക്കുന്ന ഇന്റർവെൻഷൻ ഏരിയാസ്. അതുപോലെ ഒബ്സ്ട്രക്റ്റിക്സ് ആൻഡ് ഗൈനക്കോളജി വാർഡ്, പ്രസവ വാർഡുകളിൽ ഉപയോഗിക്കുന്നുണ്ട്. ICU ഇന്റൻസീവ് കെയർ യൂണിറ്റ് അല്ലെ, നമ്മുടെ തീവ്രപരിചരണ വിഭാഗത്തിൽ ജനറൽ വാർഡുകളിലും മറ്റും ഇത് ഉപയോഗിക്കുന്നുണ്ട്, മെഡിക്കൽ വാതകങ്ങള് ഉപയോഗപ്പെടുത്തുന്നുണ്ട്. അപ്പൊ അതൊന്ന് നോട്ട് ചെയ്ത് വെക്കാം കേട്ടോ. മെഡിക്കൽ ഗ്യാസ് യൂസ് ഏരിയ ഹോസ്പിറ്റൽസ് ഏതൊക്കെയാണ്? റൂംസ്, വാർഡ്, റിക്കവറി റൂം, ഡയഗ്നോസ്റ്റിക് പ്രൊസീജിയർ റൂം, ഇന്റർവെൻഷൻ ഏരിയാസ്, ഒബ്സ്ട്രക്റ്റിക്സ് ഗൈനക്കോളജി വാർഡ്, ICU. ഇവിടെയൊക്കെ നമ്മൾ എന്ത് ഉപയോഗിക്കുന്നുണ്ട്? മെഡിക്കൽ ഗ്യാസുകൾ ഉപയോഗപ്പെടുത്തുന്നുണ്ട്. ഓക്കെ, ഇനി equipment is connected to the medical gas pipeline system via station outlets. Underline ചെയ്ത് വെച്ചേ. Equipment is connected to the medical gas pipeline via station outlet. അപ്പൊ നമ്മൾ പറഞ്ഞല്ലോ മെഡിക്കൽ വാതകങ്ങൾ ഉപയോഗിക്കുന്ന സ്ഥലങ്ങളൊക്കെ നമ്മൾ കണ്ടു അല്ലെ. അപ്പൊ ഈ ഏരിയകളിലേക്കുള്ള ഈ പറയുന്ന മെഡിക്കൽ വാതകങ്ങളുടെ പൈപ്പ് ലൈൻ സംവിധാനങ്ങളിലൂടെയാണ് വരുന്നത് അല്ലെ. പൈപ്പ് ലൈൻ സംവിധാനങ്ങളിലൂടെ വരുന്ന ആ ഒരു ഗ്യാസുകളെ, ഈ മെഡിക്കൽ വാതകങ്ങളെ നമ്മളിപ്പോ ഈ പിക്ചർ നമുക്ക് കാണാം. ആ പിക്ചറിൽ കാണാൻ സാധിക്കും ആ ഭിത്തിയിൽ ഒട്ടിച്ചിട്ടുള്ള സ്റ്റേഷൻ ഔട്ട്ലെറ്റുകൾ വഴിയായിട്ടാണ് മെഡിക്കൽ ഉപകരണങ്ങളുമായിട്ട് കണക്ട് ചെയ്യുന്നത്. ഈ വാളിനകത്തുള്ള കാര്യങ്ങൾ നമുക്കറിയില്ല അല്ലെ. ഈ വാളിനകത്തോട്ട് പൈപ്പ് ലൈൻ സംവിധാനങ്ങൾ വന്നിട്ടുണ്ട്. അപ്പൊ ഈ പറയുന്ന മെഡിക്കൽ വാതകങ്ങള് ഈ പൈപ്പ് ലൈൻ സംവിധാനങ്ങളിലൂടെ വരുന്ന മെഡിക്കൽ വാതകങ്ങളെ ഈ ഭിത്തിയിൽ ഘടിപ്പിച്ചിട്ടുള്ള ഇതിനെ നമ്മൾ ഔട്ട്ലെറ്റ്സ് എന്നാണ് പറയാ കേട്ടോ. സ്റ്റേഷൻ ഔട്ട്ലെറ്റുകൾ വഴിയായിട്ടാണ് നമ്മൾ ഇതിലോട്ട് കണക്ട് ചെയ്യുന്നത്, എക്യുപ്മെന്റിലോട്ട് കണക്ട് ചെയ്യുന്നത്. എക്യുപ്മെന്റ് എന്ന് പറയുന്നത് മാസ്ക് ആവാം, വെന്റിലേറ്റർ മെഷീൻ ആവാം, വോയിസ് മെഷീൻ ആവാം, അനസ്തേഷ്യ കൊടുക്കുന്ന മെഷീനെ അതൊക്കെ ആവാം. അങ്ങനെയുള്ള എക്യുപ്മെന്റിലോട്ട് അത് കണക്ട് ചെയ്യുന്നത് ഈ പറയുന്ന സ്റ്റേഷൻ ഔട്ട്ലെറ്റുകൾ വഴിയായിട്ടാണ്. ഇതുവരെ പൈപ്പ് ലൈൻ സംവിധാനത്തിലൂടെ മെഡിക്കൽ ഗ്യാസുകൾ ഇതുവഴി വരെ വരും. അവിടെ നിന്ന് ഈ പറയുന്ന ഭിത്തികളിൽ ഘടിപ്പിച്ചിട്ടുള്ള കണ്ടോ സ്റ്റേഷൻ ഔട്ട്ലെറ്റ് എന്നാണ് ഇതിന് പറയാ കേട്ടോ. സ്റ്റേഷൻ ഔട്ട്ലെറ്റുകൾ വഴിയായിട്ട് രോഗിയുടെ ശരീരത്തിലോട്ട്, അതായത് എക്യുപ്മെന്റിലോട്ട് എന്ത് ചെയ്യുന്നു? കണക്ട് ചെയ്യുന്നു. ഓക്കെ, ക്ലിയർ ആയോ? പറഞ്ഞത് മനസ്സിലായോ? സൗദ മനസ്സിലായോ? സൗദ ഒന്നും ഉണ്ടെന്നില്ലല്ലോ, കേൾക്കുന്നുണ്ടോ? മനസ്സിലായോ? മനസ്സിലാക്കാനായിട്ട് എളുപ്പമാണ് കേട്ടോ. ഇതൊക്കെ നമ്മൾ ഹോസ്പിറ്റലിൽ പോകുമ്പോൾ കണ്ടിട്ടില്ലേ? ഇങ്ങനെയുള്ള ഔട്ട്ലെറ്റ്സുകൾ കണ്ടിട്ടുണ്ടാവും അല്ലെ. ഇതുവഴി കുറെ ട്യൂബ്സും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. ഇതുവഴിയായിട്ടാണ്
ആ ഒരു മെഡിക്കൽ എക്യുപ്മെന്റിലോട്ട് കണക്ട് ചെയ്യുന്നത് കേട്ടോ. ഇനി അടുത്തത് എന്താണ്? മെഡിക്കൽ ഗ്യാസ് സിസ്റ്റം ഇൻക്ലൂഡ്സ് വാക്വം സിസ്റ്റം ആൻഡ് വേസ്റ്റ് അനസ്തെറ്റിക് ഗ്യാസ് ഡിസ്പോസൽ അഥവാ അനസ്തെറ്റിക് ഗ്യാസ് സ്കാവഞ്ചിങ് സിസ്റ്റം അണ്ടർലൈൻ ചെയ്ത് വെക്കുക കേട്ടോ. അതായത് നമ്മുടെ മെഡിക്കൽ ഗ്യാസ് സിസ്റ്റം എന്ന് പറയുന്നത് അതിൽ പ്രധാനമായിട്ടും 2 കാര്യങ്ങളാണ് ഉൾപ്പെടുന്നത്. ഒന്ന് വാക്വം സിസ്റ്റം. വാക്വം സിസ്റ്റം എന്ന് പറയുമ്പോൾ എന്താ ഉദ്ദേശിക്കുന്നത്? അതായത് നമ്മള് രോഗിയുടെ ശരീരത്തിൽ നിന്നൊക്കെ ഈ ഫ്ലൂയിഡ്സുകള് മറ്റു ദ്രാവകങ്ങളൊക്കെ വലിച്ചെടുക്കാനായിട്ട് ഉപയോഗിക്കുന്ന സംവിധാനമുണ്ട്. നമുക്ക് ആവശ്യം വരും. ഇപ്പൊ ബ്ലഡ് ആവാം, മറ്റെന്തെങ്കിലും ഇപ്പൊ ഫ്ലൂയിഡ്സ് എന്ന് പറയുമ്പോൾ ബ്ലഡ് ആവാം, അല്ലെങ്കിൽ ആവാം, അങ്ങനത്തെ ശരീരത്തിൽ ദ്രാവകങ്ങളൊക്കെ ഉണ്ടല്ലോ. അങ്ങനെ രോഗിയുടെ ശരീരത്തിൽ നിന്നുള്ള ദ്രാവകങ്ങളും മറ്റും വലിച്ചെടുക്കുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്ന സംവിധാനമാണ് വാക്വം സിസ്റ്റം. വാക്വം വെച്ച് നമ്മൾ വലിച്ചെടുക്കും. അങ്ങനെ ഒരു സംവിധാനമുണ്ട്. പിന്നെ വേസ്റ്റ് അനസ്തെറ്റിക് ഗ്യാസ് ഡിസ്പോസൽ അഥവാ അനസ്തെറ്റിക് ഗ്യാസ് സ്കാവഞ്ചിങ് സിസ്റ്റം. അതായത് നമ്മൾ ഈ അനസ്തേഷ്യ കൊടുത്തതിന് ശേഷം പുറത്തു വരുന്ന അനാവശ്യ വാതകങ്ങളെ സുരക്ഷിതമായിട്ട് പുറന്തള്ളുന്നതിനുള്ള വേസ്റ്റ് അനസ്തെറ്റിക് ഗ്യാസ് ഡിസ്പോസൽ സംവിധാനവും അതിനകത്ത് ഉൾപ്പെടുന്നുണ്ട്. അനസ്തേഷ്യ നമ്മൾ കൊടുത്തതിന് ശേഷം എന്താണ് പുറത്തോട്ട് വരുന്ന അനാവശ്യമായിട്ടുള്ള അതായത് വേസ്റ്റ് വരുന്ന വാതകങ്ങളുണ്ട്. ആ വാതകങ്ങളെ നമുക്ക് ഡയറക്റ്റ് ആയിട്ട് ഒരു കാരണവശാലും നമ്മുടെ അറ്റ്മോസ്ഫിയറിലോട്ട് പുറന്തള്ളാൻ സാധിക്കില്ല. കാരണം അത്രയും ഡേഞ്ചറസ് ആണ്. അപ്പൊ ഈ വരുന്ന അനസ്തേഷ്യക്ക് ശേഷം അത് വേസ്റ്റ് വരുന്ന ഇത്തരം വാതകങ്ങളെ അനാവശ്യ വാതകങ്ങളെ വളരെ സുരക്ഷിതമായിട്ട് അതിനെ പുറന്തള്ളുന്നതിന് സഹായിക്കുന്ന സംവിധാനമാണ് വേസ്റ്റ് അനസ്തെറ്റിക് ഗ്യാസ് ഡിസ്പോസൽ അഥവാ അനസ്തെറ്റിക് ഗ്യാസ് സ്കാവഞ്ചിങ് സിസ്റ്റം. പുറന്തള്ളുന്നതിന് സഹായിക്കുന്ന സംവിധാനവും അതിനകത്തുണ്ട്. അപ്പൊ ഈ 2 കാര്യങ്ങളാണ് മെഡിക്കൽ ഗ്യാസ് സിസ്റ്റത്തിന് പ്രധാനമായിട്ടും വരുന്നത് കേട്ടോ. ഒന്നെന്താണ് വാക്വം സിസ്റ്റം, 2 വേസ്റ്റ് അനസ്തെറ്റിക് ഗ്യാസ് ഡിസ്പോസൽ സിസ്റ്റം. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ആയി വിചാരിക്കുന്നു കേട്ടോ. ഒന്ന് വായിച്ചു നോക്കാമോ? എന്താണ് മെഡിക്കൽ ഗ്യാസ് സിസ്റ്റം, മെഡിക്കൽ ഗ്യാസിന്റെ ഇമ്പോർട്ടൻസ് എന്താണ്, എവിടെയൊക്കെയാണ് നമ്മൾ മെഡിക്കൽ ഗ്യാസ് ഉപയോഗിക്കുന്നത്, പിന്നെ എന്ത് സംവിധാനങ്ങളാണ് മെഡിക്കൽ ഗ്യാസ് സിസ്റ്റത്തിനകത്ത് വരുന്നത്? സിസ്റ്റം വായിക്കാം. മാഡം പറഞ്ഞോ. എന്താണ് വിളിച്ചത്? സ്കാവഞ്ചിങ് പുറന്തള്ളുക എന്നാ? അതെ 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 സ്കാവഞ്ചിങ് പുറന്തള്ളുക കേട്ടോ. ജസ്റ്റ് ഒന്ന് വായിക്കുക കേട്ടോ. വേറെ കുഴപ്പമൊന്നുമില്ല അനു, പ്രശ്നമൊന്നുമില്ല. കണ്ണിന് ഭയങ്കര സ്ട്രെയിൻ വരുന്ന പോലെ, അതുകൊണ്ടാ. നമുക്കിനി നെക്സ്റ്റ് ടോപ്പിക്കിലോട്ട് കടക്കാം കേട്ടോ. അത് ഇമ്പോർട്ടന്റ് തന്നെ എഴുതി വെക്കണം. ഇമ്പോർട്ടന്റ് ആണ്, പഠിക്കാൻ വേണം കേട്ടോ. നമുക്ക് ടൈപ്സ് ഓഫ് മെഡിക്കൽ ഗ്യാസസ് ആണ് ഇനി നെക്സ്റ്റ് നമ്മൾ നോക്കുന്നത് കേട്ടോ. അപ്പൊ 7 എണ്ണമാണ് നമുക്ക് പഠിക്കാനുള്ളത്. 7 മെഡിക്കൽ ഗ്യാസുകളും അത് എന്തിനൊക്കെയാണ് ഉപയോഗിക്കുന്നത് അത് പ്രത്യേകം നോട്ട് ചെയ്ത് വെച്ച് പഠിക്കണം കേട്ടോ. ഇമ്പോർട്ടന്റ് ആണ്, ഇമ്പോർട്ടന്റ് എഴുതി വെച്ചോളൂ കേട്ടോ. നോക്കാം. ടൈപ്സ് ഓഫ് മെഡിക്കൽ ഗ്യാസ് യൂസ്ഡ് ഇൻ ഹോസ്പിറ്റൽസ് കേട്ടോ. ഇനി നമ്മൾ ഹോസ്പിറ്റൽസിൽ ഉപയോഗിക്കുന്ന വ്യത്യസ്ത മെഡിക്കൽ വാതകങ്ങൾ ഏതൊക്കെയാണ്? 7 എണ്ണമാണ് പഠിക്കാനുള്ളത് കേട്ടോ. ഫസ്റ്റ് വൺ മെഡിക്കൽ എയർ, സെക്കൻഡ് വൺ ഓക്സിജൻ, തേർഡ് വൺ കാർബൺ ഡൈ ഓക്സൈഡ്, ഫോർത്ത് വൺ നൈട്രജൻ, ഓക്കെ ലിക്വിഡ് നൈട്രജൻ, ഫിഫ്ത്ത് വൺ നൈട്രസ് ഓക്സൈഡ്, സിക്സ്ത് വാക്വം, സെവൻത്ത് വൺ കംപ്രസ്ഡ് എയർ. ഇത്രയുമാണ് നമുക്ക് പഠിക്കാനുള്ളത് കേട്ടോ. അപ്പോ ഇതിന്റെ പ്രത്യേകത തന്നിട്ട് ഏത് മെഡിക്കൽ വാതകങ്ങളാണ് അവിടെ ഉപയോഗിക്കുന്നത് ചോദിക്കും കേട്ടോ. അപ്പൊ നിങ്ങൾ അങ്ങനെ തന്നെ അത് കറക്റ്റ് ആയിട്ട് മനസ്സിലാക്കി പോകാം. ഫസ്റ്റ് താഴെ നമുക്ക് നോക്കാം. ഫസ്റ്റ് വൺ ആണ് മെഡിക്കൽ എയർ കേട്ടോ. എന്താണ് മെഡിക്കൽ എയർ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? ഓക്കെ, മെഡിക്കൽ എയർ മീൻസ്
A clean supply of compressed air used in hospitals and healthcare facilities to distribute medical gas. Underline ചെയ്യാം ട്ടോ. എന്താണ് medical air means a clean supply of compressed air used in hospitals and healthcare facilities to distribute medical gas. എന്താണ് പറയുന്നത്? നമ്മുടെ ആശുപത്രികളില് അല്ലെങ്കിൽ മറ്റു ആരോഗ്യ സംരക്ഷണ കേന്ദ്രങ്ങളിലൊക്കെ മെഡിക്കൽ വാതകങ്ങളെ വിതരണം ചെയ്യുന്നതിന് വേണ്ടിയിട്ട് കംപ്രസ് ചെയ്തിട്ടുള്ള ശുദ്ധീകരിച്ചിട്ടുള്ള വായുവിനെയാണ് നമ്മൾ മെഡിക്കൽ എയർ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇതാണ് ആശുപത്രികളില് ഗ്യാസ്, മെഡിക്കൽ ഗ്യാസ് അല്ലെ സപ്ലൈ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന, വിതരണത്തിനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന എന്താണ് കംപ്രസ് ചെയ്തിട്ടുള്ള ശുദ്ധീകരിച്ചിട്ടുള്ള വായുവിനെയാണ് നമ്മൾ മെഡിക്കൽ എയർ എന്ന് പറയുന്നത്. കംപ്രസ്ഡ് എയർ ആണ്. കംപ്രസ് ചെയ്യാന്ന് പറയുമ്പോൾ എന്താണ് ഉദ്ദേശിക്കുന്നത്? സാധാരണ പ്രഷർ അല്ല, സാധാരണത്തെക്കാളും ഒരു ഹൈ പ്രഷറിൽ നമ്മൾ എന്ത് ചെയ്യാണ്? വായുവിനെ കംപ്രസ് ചെയ്യാൻ, ചുരുക്കുക എന്നൊക്കെ നമ്മൾ പറയില്ലേ? കംപ്രസ് ചെയ്യാൻ മീൻസ് തളർത്ത് ചുരുക്കുക എന്നുള്ള അർത്ഥമാണ്. എന്താ അവിടെ ഉദ്ദേശിക്കുന്നത്? എങ്ങനെയാണ് കംപ്രസ് ചെയ്യുന്നതിന്റെ പർപ്പസ് എന്താണ്? ഒന്ന്, നമുക്ക് ട്രാൻസ്പോർട്ടേഷൻ എളുപ്പമാണ് അല്ലെ? ട്രാൻസ്പോർട്ട് ചെയ്യാനായിട്ട് ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് നമുക്കത് സപ്ലൈ ചെയ്യാനായിട്ട് എളുപ്പമാണ് കംപ്രസ് ചെയ്ത് അല്ലെ? പിന്നെ മറ്റൊന്ന് എന്തായിരിക്കും? നമ്മളിങ്ങനെ കംപ്രസ് ചെയ്ത് ശുദ്ധീകരിച്ചിട്ടുള്ള വായുവാണ്. കംപ്രസ് ചെയ്യാന്ന് പറയുമ്പോൾ ഞാൻ പറഞ്ഞു സാധാരണ പ്രഷർ അല്ല, അതിനേക്കാളും ഒരു ഉയർന്ന പ്രഷറില് നമ്മൾ എന്ത് ചെയ്യാണ്? വായുവിനെ കംപ്രസ് ചെയ്യാണ് അല്ലെ? അപ്പൊ അതുവഴി നമുക്ക് ആ വായുവിനകത്തുള്ള പല കണ്ടാമിനൻസിനെ എന്ത് ചെയ്യാൻ പറ്റും? നശിപ്പിക്കാൻ പറ്റും. ശരിക്കും പറഞ്ഞാൽ മെഡിക്കൽ എയർ എന്ന് പറഞ്ഞാല് ഒരു 99.5% പ്യൂരിഫൈഡ് ആയിട്ടുള്ള എയർ ആണ്. അത്രയും ശുദ്ധമായിട്ടുള്ള വായുവാണ്. അതിനകത്ത് വേറെ എന്താണ് അണുക്കളോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും മലിന വസ്തുക്കളോ ഒന്നും ഉണ്ടായിരിക്കില്ല. അത്രയും കംപ്രസ് ചെയ്ത് ശുദ്ധീകരിച്ചിട്ടുള്ള വായു, അങ്ങനെയുള്ള എയർ അല്ലേ നമുക്ക് മെഡിക്കൽ പർപ്പസിന് ഉപയോഗിക്കാൻ പറ്റുള്ളൂ അല്ലെ? അതുകൊണ്ടാണ് മെഡിക്കൽ എയർ എന്നെടുത്ത് പറയുന്നത്. മെഡിക്കൽ എയർ എന്നെടുത്ത് പറയാൻ അത്രയും പ്യൂരിഫൈഡ് എയർ ആണ്. അങ്ങനെ പ്യൂരിഫൈഡ് ആയിട്ടുള്ള എയർ മാത്രമേ നമുക്ക് മെഡിക്കൽ പർപ്പസിന് ഉപയോഗിക്കാനായിട്ട് സാധിക്കുള്ളൂ അല്ലെ? ഓക്കെ, അപ്പൊ അതാണ് പറയുന്നത് കേട്ടോ. ഈ മെഡിക്കൽ ഗ്യാസിനെ സപ്ലൈ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ എന്താണ് കംപ്രസ് ചെയ്തിട്ടുള്ള ശുദ്ധീകരിച്ചിട്ടുള്ള ആ വായുവിനെ നമുക്ക് മെഡിക്കൽ എയർ എന്ന് പറയാം. ഇനി അടുത്ത പറയുന്നുണ്ട്, ഇറ്റ് ഈസ് ഫ്രീ ഓഫ് പൊല്യൂഷൻ ആൻഡ് പാർട്ടിക്കിൾസ് ആൻഡ് ഇറ്റ് ഹാസ് നോ ഓയിൽ ഓർ ഓഡേഴ്സ്. കണ്ടോ? അപ്പൊ ഇത് കംപ്രസ് ചെയ്തത് കൊണ്ട് വളരെ പ്യൂരിഫൈഡ് ആയിട്ടുള്ള എയർ ആണ് അല്ലെ? അതിൽ യാതൊരു വിധത്തിലുള്ള പൊല്യൂഷൻസുകളോ മറ്റ് എന്താ പറയാ അണുക്കളോ പാർട്ടിക്കിൾസോ അല്ലെങ്കിൽ ഇതിന് പ്രത്യേകിച്ച് എണ്ണമയമോ എന്തെങ്കിലും എന്താ സ്മെല്ലോ മീൻസ് ഓർഡർ, അതായത് മോശം സ്മെല്ലോ കാര്യങ്ങളോ ഒന്നും ഉണ്ടായിരിക്കില്ല. അത്രയും പ്യൂരിഫൈഡ് ആയിട്ടുള്ള എയർ ആയിരിക്കും. പിന്നെ എന്താ പറയുന്നത്? ആൻഡ് ഇറ്റ്സ് ഡ്രൈ ടു ബ്ലോക്ക് water dry and is dry to block the water build-up in the facilities pipeline. ഇനി നമ്മൾ ഈ ചെയ്തിട്ട് ഈ മെഡിക്കൽ എയറിനെ നമ്മൾ പറഞ്ഞു പ്യൂരിഫൈഡ് ആണ്, അതിനകത്ത് പൊല്യൂഷൻസ് ഉണ്ടാവില്ല, പാർട്ടിക്കിൾസ് ഉണ്ടാവില്ല, പ്രത്യേകിച്ച് ഓയിൽ കണ്ടന്റുകളോ ഓഡേഴ്സ് മീൻസ് സ്മെല്ലോ കാര്യങ്ങളോ ഒന്നും ഉണ്ടായിരുന്നില്ല. ഇങ്ങനെയുള്ള ഈ ഒരു എയറിനെ നമ്മൾ ഡ്രൈ ചെയ്തതിന് ശേഷമാണ് പൈപ്പ് ലൈൻ സംവിധാനങ്ങളിലൂടെ നമ്മൾ കടത്തിവിടുന്നത്. അതെന്തുകൊണ്ടാണ്? അതിന് ഡ്രൈ ചെയ്യുന്നത് എന്തുകൊണ്ടാണ്? അതായത് ഇതിലിപ്പോ ഈർപ്പമുണ്ടെന്ന് വിചാരിക്കാം. ഈ മെഡിക്കൽ എയർ നമ്മൾ ഡ്രൈ ചെയ്തിട്ടില്ല എന്ന് വിചാരിക്കാം. ഡ്രൈ ചെയ്യാണ്ട് നമ്മൾ പൈപ്പ് ലൈനിലൂടെ കടത്തിവിടുന്ന സമയത്ത് ഒരുപക്ഷെ അതിനകത്ത് വാട്ടർ ബിൽഡപ്പ് ചെയ്യാനുള്ള ചാൻസ് കൂടുതൽ, പ്രത്യേകിച്ച് വളരെ തണുത്ത കാലാവസ്ഥയൊക്കെ വരുന്ന സമയത്ത് അതിനകത്ത് ഈ പറയുന്ന ഈർപ്പം, വെള്ളത്തിന്റെ അംശമൊക്കെ ഉണ്ടെങ്കിൽ ചിലപ്പോൾ തണുപ്പ് കാലത്തെ ആണെങ്കിൽ ഈ പൈപ്പ് ലൈൻ സംവിധാനങ്ങളിലൂടെ ഒക്കെ കടന്നു പോകും. ചിലപ്പോൾ അതങ്ങനെ ഒരു ഐസുകട്ട പോലെ ഫോം ചെയ്യോ അല്ലെങ്കിൽ ഈർപ്പം നിലനിൽക്കുമ്പോൾ സ്വാഭാവികമായിട്ട് പൈപ്പ് ലൈനുകൾക്ക് കേടുപാടുകൾ വരാനും ഒക്കെ ചാൻസ് കൂടുതലാണ് അല്ലെ? അല്ലെങ്കിൽ ആ ഒരു വാട്ടർ ബിൽഡപ്പ് ചിലപ്പോൾ വല്ല വെള്ളം കട്ട പിടിക്കോ അല്ലെങ്കിൽ അവിടെ ബ്ലോക്ക് ആകും, ഐസുകട്ട പോലെയൊക്കെ ഫോം ചെയ്ത് അവിടെ ബ്ലോക്കും കാര്യങ്ങളൊക്കെ വരും അല്ലെ? അതെ, അപ്പൊ അതൊക്കെ അവോയ്ഡ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമ്മളത് എന്താണ് അതിനെ ഡ്രൈ ചെയ്യും, അതിന് യാതൊരു വിധ ഈർപ്പരഹിതമാക്കും അല്ലെ? ഡ്രൈ ചെയ്തതിന് ശേഷം മാത്രമാണ് നമ്മൾ അതിനെ ഇതിലൂടെ കടത്തിവിടുന്നത്, പൈപ്പ് ലൈൻ സംവിധാനത്തിലൂടെ കടത്തിവിടുന്നത്. ഓക്കെ, ക്ലിയർ ആണല്ലോ? മെഡിക്കൽ എയർ എന്താണെന്ന് മനസ്സിലായല്ലോ? ഇനി എവിടെയാണ് നമ്മൾ മെഡിക്കൽ എയർ ഉപയോഗപ്പെടുത്തുന്നത് നോക്കിയേ. When a patient is in the operating room, whether it's an emergency or not, a surgeon depends on a medical air compressor to keep the patient comfortable and breathing. So, പ്രധാനമായിട്ടും നമ്മൾ മെഡിക്കൽ എയർ എവിടെ ഉപയോഗിക്കുന്നതെന്ന് അറിയാമോ? ഓപ്പറേഷൻ തിയേറ്ററിലാണ് കേട്ടോ. ഓപ്പറേഷൻ തിയേറ്ററിലെ ഓപ്പറേറ്റിംഗ് റൂമുകളിലാണ് അത് ഉപയോഗിക്കുന്നത്. ഇപ്പൊ എമർജൻസി ആണെങ്കിലും അല്ലെങ്കിലും
സർജൻസ് പേഷ്യൻസിന്റെ കംഫർട്ടിന് വേണ്ടിയിട്ട് അവർക്ക് സുഗമമായിട്ട് ശ്വസിക്കുന്നതിനും മറ്റുമായിട്ട് എന്തുപയോഗിക്കാറുണ്ട്? മെഡിക്കൽ എയർ കംപ്രസർ ഉപയോഗപ്പെടുത്താറുണ്ട്. ഓക്കെ, അത്ര മനസ്സിലാക്കാറുള്ളത്. മെഡിക്കൽ എയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് മെഡിക്കൽ ഗ്യാസിന് വിതരണം ചെയ്യുന്നതിന് വേണ്ടിയിട്ട് കംപ്രസ് ചെയ്തിട്ടുള്ള ശുദ്ധീകരിച്ചിട്ടുള്ള വായുവാണ് മെഡിക്കൽ എയർ എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ അതിൽ യാതൊരു വിധത്തിലുള്ള പൊല്യൂഷനോ പാർട്ടിക്കിൾസോ ഓയിലോ പൗഡേഴ്സോ ഒന്നും ഉണ്ടായിരിക്കില്ല. അത് ഡ്രൈ ചെയ്തതിന് ശേഷം മാത്രമാണ് നമ്മൾ പൈപ്പ് ലൈൻ സംവിധാനത്തിലൂടെ കടത്തിവിടുന്നത്. എന്തുകൊണ്ട് അതിനെ ഡ്രൈ ചെയ്യുന്നത്? ഇൻ ഓർഡർ ടു അവോയ്ഡ് ദ വാട്ടർ ബിൽഡപ്പ്, അല്ലെ? അപ്പൊ അതിനകത്ത് എന്തെങ്കിലും ഐസൊലേറ്റ് ഫോം ചെയ്യോ അല്ലെങ്കിൽ എന്തെങ്കിലും ബ്ലോക്ക് വരുന്നതൊക്കെ തടയാൻ വേണ്ടിയിട്ടാണ് നമ്മളത് ഈർപ്പമൊക്കെ കളഞ്ഞ് ഡ്രൈ ചെയ്തതിന് ശേഷമാണ് നമ്മൾ ആ സംവിധാനത്തിലൂടെ കടത്തിവിടുന്നത്. ഇനി എവിടെയാണ് മെഡിക്കൽ എയർ ഉപയോഗപ്പെടുത്തുന്നത്? അത് ഓപ്പറേറ്റിംഗ് റൂമുകൾ, ഓപ്പറേഷൻ തിയേറ്ററുകളിലെ സർജൻസുകള് രോഗികൾക്ക് സുഗമമായിട്ട് ശ്വസിക്കുന്നതിനും അവരുടെ കംഫർട്ടിനും വേണ്ടിയിട്ട് മെഡിക്കൽ എയർ ഉപയോഗപ്പെടുത്താറുണ്ട്. ഓക്കെ, ക്ലിയർ ആയല്ലോ? ഓക്കെ അല്ലേ? ഓക്കെ, നെക്സ്റ്റ് വരുന്നതാണ് ഓക്സിജൻ. ഓക്സിജനെ പറ്റി പിന്നെ നമുക്ക് പറയേണ്ട കാര്യമില്ല. ഓക്സിജൻ ഇല്ലാതെ നമുക്ക് ജീവിക്കാൻ പറ്റില്ലല്ലോ. അത്ര ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു മെഡിക്കൽ ഗ്യാസ് ആണ് നമുക്കറിയാം, അല്ലെ? യെസ്, oxygen a medical gas required in every healthcare setting and is used for what purpose? Resuscitation and inhalation therapy. Underline ചെയ്യാട്ടോ. നമ്മളോട് നേരിട്ട് ചോദിക്കാവുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. Which medical gas is used for resuscitation and inhalation therapy? ഏത് മെഡിക്കൽ ഗ്യാസ് ആണ്? ഓക്സിജൻ. അല്ലേ? നമുക്കറിയാം, ആശുപത്രിയിൽ ഒഴിച്ചുകൂടാനാവാത്ത ഒരു മെഡിക്കൽ ഭാഗമാണ് ഓക്സിജൻ, അല്ലെ? ഓക്സിജൻ എന്തിനു വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത്? റീസസിറ്റേഷൻ ആൻഡ് ഇൻഹലേഷൻ തെറാപ്പി, അല്ലെ? അതായത് രോഗികളുടെ ജീവൻ രക്ഷാ പ്രവർത്തനങ്ങൾക്ക് പുനരുജ്ജീവിപ്പിക്കുന്നതിനും അതുപോലെ ശ്വസന സംബന്ധമായിട്ടുള്ള ചികിത്സകൾക്കും മറ്റും നമ്മൾ ഉപയോഗിക്കുന്ന വാതകമാണ് ഓക്സിജൻ എന്ന് പറയുന്നത്. ഇനി എന്തൊക്കെ കാര്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കും? മറ്റൊന്ന് നോക്കിയേ. It can be used for medical conditions like COPD, cyanosis, shock, severe hemorrhage, carbon monoxide poisoning, trauma, cardiovascular and respiratory arrest, resuscitation and life support. Underline ചെയ്യാട്ടോ. എന്തിനൊക്കെ നമ്മൾ ഉപയോഗിക്കും? COPD അറിയാലോ, ക്രോണിക് ഒബ്സ്ട്രക്റ്റീവ് പൾമണറി ഡിസീസ്, അല്ലെ? വിട്ടുമാറാത്ത ശ്വാസകോശ രോഗങ്ങൾക്ക്. സയാനോസിസ്, എന്താണ് സയാനോസിസ് എന്ന് പറയുന്നത്? അതായത് നമ്മുടെ രക്തത്തില് ഓക്സിജന്റെ അളവ് കുറയുന്നത് മൂലം നമ്മുടെ ശരീരം നീല നിറമാകുന്ന അവസ്ഥ, അതാണ് എന്ത്? സയാനോസിസ് എന്ന് പറയുന്നത്, അല്ലെ? രക്തത്തില് ഓക്സിജന്റെ അളവ് കുറയുന്നത് മൂലം നമ്മുടെ ശരീരം അല്ലെങ്കിൽ നമ്മുടെ സ്കിന്ന് നീല നിറമാകുന്ന ആ ഒരു അവസ്ഥയാണ് സയാനോസിസ് എന്ന് പറയുന്നത്. സയൻ എന്ന് പറയുന്നത് ഒരു നീല കളറാണ് ശരിക്കും, സയാനോസിസ്. ഓക്കെ, ഷോക്ക് ആൻഡ് സിവിയർ ഹെമറേജ്. ഷോക്ക് മീൻസ് ഇപ്പൊ ഗുരുതരമായിട്ടുള്ള പരിക്കുകള്, സിവിയർ ആയിട്ടുള്ള എന്താ പറയാ ഹെമറേജ്, ഭയങ്കരമായിട്ട് രക്തം നഷ്ടപ്പെടുക, അമിത രക്തസ്രാവം, അതുപോലെ കാർബൺ മോണോക്സൈഡ് പോയ്സണിങ്, അല്ലെ? കാർബൺ മോണോക്സൈഡ് പോലുള്ള വിഷവാതകം ശ്വസിക്കാൻ ഇടവന്നു കഴിഞ്ഞാല് ട്രോമ, അതുപോലെ തന്നെ പരിക്കുകള്, ആഘാതങ്ങള്, പിന്നെ കാർഡിയോ വാസ്കുലർ റെസ്പിറേറ്ററി അറസ്റ്റ്, അല്ലെ? ഹൃദയ സംബന്ധമായിട്ട് ശ്വസന സംബന്ധമായിട്ട് പെട്ടെന്ന് നിലച്ചു പോകുന്ന അവസ്ഥകള്, അതുപോലെ റീസസിറ്റേഷൻ, അല്ലെ? ജീവൻ രക്ഷാ പ്രവർത്തനങ്ങൾക്കും വെന്റിലേറ്റർ പോലെയുള്ള ലൈഫ് സപ്പോർട്ട് സംവിധാനങ്ങളിലൊക്കെ നമ്മൾ എന്ത് ഉപയോഗിക്കുന്നുണ്ട്? ഓക്സിജൻ ഗ്യാസ് ഉപയോഗിക്കുന്നുണ്ട്. ഓക്കെ, ഓക്കെ അല്ലേ? മെഡിക്കൽ എയറും ഓക്സിജൻ എന്ന് വായിച്ചു നോക്കി. നെക്സ്റ്റ് വരുന്നതാണ് കാർബൺ ഡൈ ഓക്സൈഡ് കേട്ടോ. അതാണ് കാർബൺ ഡൈ ഓക്സൈഡ്. കാർബൺ ഡൈ ഓക്സൈഡിനെ പറ്റി പറയുമ്പോൾ നമ്മൾ പെട്ടെന്ന് കേൾക്കുമ്പോൾ കാർബൺ ഡൈ ഓക്സൈഡ് ഒക്കെ മെഡിക്കൽ വാതകങ്ങളായിട്ട് ഉപയോഗിക്കുമെന്ന് തോന്നുന്നു, അല്ലെ? പക്ഷെ ഉപയോഗിക്കുന്നുണ്ട്. എന്ത് പർപ്പസിനാണെന്നുള്ളത് നോട്ട് ചെയ്ത് വെക്കുക കേട്ടോ.
Carbon dioxide is used for insufflating medical gas. Underline ചെയ്യാട്ടോ. Insufflating. ആ വാക്കിന് ഇമ്പോർട്ടൻസ് ഉണ്ട്. Insufflating medical gas for the less invasive surgeries like laparoscopy ആണ് കേട്ടോ. നിങ്ങളുടെ ടെക്സ്റ്റിൽ പാരോസ്കോപ്പി എന്നാണ് കിടക്കുന്നത്. ലാപ്രോസ്കോപ്പി ലാപ്രോസ്കോപ്പി, അതുപോലെ തന്നെ ആർത്രോസ്കോപ്പി, എൻഡോസ്കോപ്പി ആൻഡ് ക്രയോതെറാപ്പി ആസ് വെൽ ആസ് for the respiratory stimulation during and after anesthesia. അത്രയും ഫുൾ സെന്റൻസ് അണ്ടർലൈൻ ചെയ്യാം കേട്ടോ. കാർബൺ ഡയോക്സൈഡ് വാതകം ഇതിന് വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത്. ഇൻസഫ്ലേറ്റിംഗ് മെഡിക്കൽ ഗ്യാസ് ആണ്. ഇൻസഫ്ലേറ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ എന്താണെന്നറിയോ? ഊതി വീർപ്പിക്കുക എന്നുള്ള അർത്ഥമാണ്. എന്താണ്? ഊതി വീർപ്പിക്കുക, അതാണ് അതിന്റെ അർത്ഥം കേട്ടോ. ഇൻസഫ്ലേറ്റിംഗ് that means less invasive surgery എന്ന് വെച്ചാൽ നമുക്ക് വലിയ കീറി മുറിക്കലൊന്നും ആവശ്യമില്ലാത്ത ചെറിയ ചെറിയ സർജറികളില്ലേ, ലൈക്ക് ഇപ്പൊ ലാപ്രോസ്കോപ്പി, താക്കോൽദ്വാര ശസ്ത്രക്രിയ, കീ ഹോൾ സർജറി, അതിന് വലിയ മുറിവൊന്നും ഉണ്ടാക്കുന്നില്ലല്ലോ. ചെറിയൊരു മുറിവ് ഉണ്ടാക്കിയിട്ടാണ് അതിലൂടെയൊക്കെ എന്ത് ചെയ്യണേ? സർജറി ചെയ്യുന്നത് അല്ലെ. അപ്പൊ അതൊക്കെ എന്താണ്? ലെസ് ഇൻവെസീവ് ആയിട്ടുള്ള സർജറികളാണ് അല്ലെ. ലാപ്രോസ്കോപ്പി, അതുപോലെ ആർത്രോസ്കോപ്പി, ഈ സന്ധികളുടെയും മറ്റുമൊക്കെ പ്രശ്നങ്ങളും ചികിത്സകളൊക്കെ കണ്ടെത്തുന്നതിന് വേണ്ടിയിട്ട്. അതുപോലെ എൻഡോസ്കോപ്പി അല്ലെ. എൻഡോസ്കോപ്പി എന്താണ്? ആന്തരിക പരിശോധനകളും മറ്റും നടത്തുന്നതിന്. പിന്നെ ക്രയോതെറാപ്പി, നമുക്ക് അത്ര പരിചയമില്ലാത്ത ഒരാളാണ്. ക്രയോതെറാപ്പി എന്താണെന്നറിയോ? ക്രയോതെറാപ്പി എന്ന് പറഞ്ഞാൽ, ക്രയോതെറാപ്പി മീൻസ് നമ്മള് വളരെ അതീവ തണുപ്പ് ഉപയോഗിച്ചുകൊണ്ട്, അത്രയും കഠിനമായിട്ടുള്ള തണുപ്പ് ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ ഈ അനാവശ്യമായിട്ടുള്ള എന്താ പറയുന്നത്, കേട് വന്നിട്ടുള്ള കോശങ്ങള്, കലകള് ഇതൊക്കെ നശിപ്പിക്കുന്ന ഒരു ചികിത്സാ രീതിയാണ് ക്രയോതെറാപ്പി എന്നാണ് പറയുന്നത്. ക്രയോതെറാപ്പി എന്ന് വെച്ചാൽ അത്രയും അതീവ താഴ്ന്ന ടെമ്പറേച്ചർ എന്ന് വെച്ചാൽ അത്രയും എക്സ്ട്രീം കോൾഡ് ഉപയോഗിച്ച്, വളരെ അതീവ തണുപ്പ് ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ ഈ എന്താണ് അസുഖബാധിതമായിട്ടുള്ള കോശങ്ങള് അല്ലെങ്കിൽ ടിഷ്യൂസുകള് അതൊക്കെ നശിപ്പിച്ചു കളയുന്ന ഒരു ചികിത്സാ രീതിയാണ് ക്രയോതെറാപ്പി എന്ന് പറയുന്നത്. ഇതൊക്കെ എന്താണ്? ലെസ് ഇൻവെസീവ് ആയിട്ടുള്ള സർജറികളാണ്. അപ്പൊ ലെസ് ഇൻവെസീവ് സർജറികളായിട്ടുള്ള ലാപ്രോസ്കോപ്പി, ആർത്രോസ്കോപ്പി, എൻഡോസ്കോപ്പി, ക്രയോതെറാപ്പി ഇങ്ങനെയുള്ള സർജറികളിലൊക്കെ ഇൻസഫ്ലേറ്റിംഗ്, ദാറ്റ് മീൻസ് നമ്മുടെ ശരീരത്തിന്റെ ഉൾഭാഗം എന്താണ്, അതിനകത്തേക്ക് ഈ വാതകം കടത്തി വിട്ടിട്ട് അത് വലുതാക്കി കാണാൻ വേണ്ടിയിട്ടാണ്. അതായത് ഉൾഭാഗം വികസിച്ച് കാണുന്നതിന് വേണ്ടിയിട്ട് സഹായിക്കുന്ന ഒരു മെഡിക്കൽ വാതകമാണ് കാർബൺ ഡൈ ഓക്സൈഡ് എന്ന് പറയുന്നത്. കാര്യം നമുക്കറിയാം, ഇത് നമ്മളൊരു വലിയ എന്താണ് ലെസ് ഇൻവെസീവ് ആണ്. വളരെ ചെറിയ മുറിവ് മാത്രമേ നമ്മൾ ഉണ്ടാക്കുന്നുള്ളൂ. ആ ചെറിയൊരു മുറിവുണ്ടാക്കി അതിലൂടെ ട്യൂബും ക്യാമറയും ഒക്കെ കടത്തി വിട്ടിട്ടാണ് നമ്മൾ ആ സർജറി ചെയ്യുന്നത്. ഈ സർജറി ചെയ്യുന്ന സമയത്ത് അതിന്റെ ഉൾഭാഗം നമുക്ക് കുറച്ച് മാഗ്നിഫൈ ചെയ്ത് കാണണം അല്ലെ. സർജറിയെ സംബന്ധിച്ച് അതിന്റെ ഉൾഭാഗങ്ങള് അവർക്ക് എന്ത് ചെയ്യണം? മാഗ്നിഫൈ ചെയ്ത് കാണണം അല്ലെ. ഉൾഭാഗം കുറച്ച് വലുതാക്കി വികസിച്ച് കാണണം. അതിന് വേണ്ടിയിട്ട് ആ ശരീരത്തിനകത്തേക്ക് കടത്തിവിടുന്ന ഒരു മെഡിക്കൽ വാതകമാണ് കാർബൺ ഡയോക്സൈഡ്. അപ്പൊ ഈ കാർബൺ ഡയോക്സൈഡ് വാതകം കടത്തിവിട്ട് അതിന്റെ ഉൾഭാഗം ഇങ്ങനെ വികസിപ്പിക്കും. അപ്പൊ നമുക്കത് വലുതാക്കി കാണാൻ പറ്റും. അത് നമ്മൾ സർജറി ചെയ്യുന്ന ആ ഒരു ലൊക്കേഷനും കാര്യങ്ങളൊക്കെ നമുക്ക് വലുതാക്കി കാണാനായിട്ട് സാധിക്കും. അതിനുവേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന ഒരു മെഡിക്കൽ വാതകമാണ് കാർബൺ ഡയോക്സൈഡ്. വേറെ പർപ്പസിനൊന്നും അല്ലാതെ ഉപയോഗിക്കുന്നത് കേട്ടോ. അപ്പൊ നിങ്ങളോട് ചോദിക്കുകയാണ്, വിച്ച് മെഡിക്കൽ ഗ്യാസ് ഈസ് യൂസ്ഡ് ആസ് ആൻ ഇൻസഫ്ലേറ്റിംഗ് ഏജന്റ്? ഇൻസഫ്ലേറ്റിംഗ് ഏജന്റ് ആയിട്ട് ഉപയോഗിക്കുന്ന മെഡിക്കൽ ഗ്യാസ് ഏതാണെന്ന് ചോദിച്ചാൽ ഏതാണ് അതിന്റെ ഉത്തരം? കാർബൺ ഡൈ ഓക്സൈഡ്. എവിടെയാണ് നമ്മൾ ഉപയോഗിക്കുന്നത്? ലെസ് ഇൻവെസീവ് സർജറികളായിട്ടുള്ള ലെപ്രോസ്കോപ്പി, ക്രയോതെറാപ്പി, ആർത്രോസ്കോപ്പി, എൻഡോസ്കോപ്പി ഇങ്ങനെയുള്ള സർജറികളിലൊക്കെ ഇൻസഫ്ലേറ്റിംഗ് ഏജന്റ് ആയിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത് കാർബൺ ഡൈ ഓക്സൈഡ്. പക്ഷെ മറ്റുള്ള സർജറി ചിലപ്പോൾ ഓപ്പൺ സർജറി ആകുമ്പോൾ നല്ല രീതിയിൽ മുറിച്ച് തുറന്ന് അങ്ങനെയാണ് നമ്മൾ ആ സർജറി ചെയ്യുന്നത്. അവിടെ ഈ പ്രശ്നമില്ല. പക്ഷെ കീഴോള പോലുള്ള സർജറി ഒക്കെ ചെയ്യുമ്പോൾ നമ്മൾ ചെറിയ മുറിവ് ഉണ്ടാക്കിയിട്ട് അതിലൂടെ ഈ സ്കിന്നൊക്കെ വലിച്ചു നീട്ടി അങ്ങനെയൊക്കെയാണ് നമ്മൾ അതിനകത്ത് സർജറി ചെയ്യുന്നത്. അപ്പൊ ഉൾഭാഗം നമുക്ക് കുറെ കൂടെ വികസിച്ച് മാഗ്നിഫൈ ചെയ്ത് കാണണം. ആ ഉൾഭാഗം ഊതി വികസിപ്പിച്ച് കുറച്ച് വികസിച്ച് വലുതാക്കി കാണുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ അതിനകത്തേക്ക് കടത്തിവിടുന്ന ഒരു വാതകമാണ് എന്ത്? കാർബൺ ഡൈ ഓക്സൈഡ് എന്ന് പറയുന്നത്. ഇൻസഫ്ലേറ്റിംഗ് മെഡിക്കൽ ഗ്യാസ്. ഓക്കെ, ഇനി നോക്കാം. Carbon dioxide may be found in large hospitals, but more likely comes from a tablet. സാധാരണ കാർബൺ ഡയോക്സൈഡ് ഹോസ്പിറ്റലുകളിൽ വിതരണം ചെയ്യുന്നത് പൈപ്പ് ലൈൻ സംവിധാനങ്ങളിലൂടെയാണ് കേട്ടോ. പക്ഷെ ഇത് അല്ലാതെ നമ്മൾ ടാങ്കുകളിലായിട്ടും സംഭരിച്ചു വെക്കാറുണ്ട്. ടാങ്കുകളിൽ സംഭരിച്ചു വെക്കുന്നു. പിന്നെ നമ്മൾ പൈപ്പ് ലൈൻ സംവിധാനങ്ങളിലൂടെ തന്നെയാണ് ആശുപത്രിയിൽ നമ്മളത് സപ്ലൈ ചെയ്യുന്നത് കേട്ടോ. ഓക്കെ, ക്ലിയർ ആയല്ലോ? ഓക്കെ ആണോ? കാർബൺ ഡയോക്സൈഡിന്റെ മറന്നു പോകില്ലല്ലോ? ക്ലിയർ. ഓക്കെ,
അടുത്തതാണ് നൈട്രജൻ അഥവാ മെഡിക്കൽ ലിക്വിഡ് നൈട്രജൻ. ഓക്കെ, ലിക്വിഡ് നൈട്രജന്റെ ഉപയോഗങ്ങളാണ് അടുത്തത് പഠിക്കുന്നത്. നമുക്ക് ഏറ്റവും കൂടുതൽ പഠിക്കാനുള്ളത് നൈട്രജനെ പറ്റിയിട്ടാണ് കേട്ടോ. നൈട്രജന് ഒരുപാട് ഉപയോഗങ്ങളുണ്ട്. ഓക്കെ, എന്തൊക്കെയാണ് ഓരോ പോയിന്റ് വൈസ് ആയിട്ട് നോക്കാം. ഫസ്റ്റ് വൺ, നൈട്രജൻ ഈസ് എ മെഡിക്കൽ ഗ്യാസ് യൂസ്ഡ് ഫോർ ക്രയോ സർജറി. നേരത്തെ ക്രയോതെറാപ്പി പറഞ്ഞില്ലേ, സെയിം തന്നെയാണ് കേട്ടോ. ക്രയോ സർജറി ടു റിമൂവ് സം ക്യാൻസേഴ്സ് ആൻഡ് സ്കിൻ ലെഷൻസ് ആൻഡ് ആൾസോ ഫോർ ദ, അയ്യോ ഒരു പോയിന്റ് ഞാൻ പറയാൻ വിട്ടുപോയല്ലോ, കാർബൺ ഡയോക്സൈഡില് ഇൻസഫറേറ്റിംഗ് ഏജന്റ് മാത്രമല്ല കേട്ടോ, ഒരു പോയിന്റ് ഞാൻ പറയാൻ വിട്ടുപോയി. റെസ്പിറേറ്ററി സ്റ്റിമുലേഷൻ എന്ന് പറഞ്ഞില്ല. ഡ്യൂറിങ് ആൻഡ് ആഫ്റ്റർ അനസ്തേഷ്യ, അതായത് അനസ്തേഷ്യക്ക് ശേഷവും അനസ്തേഷ്യ സമയത്തും ഒരു എന്താണ് റെസ്പിറേറ്ററി സ്റ്റിമുലേഷൻ ആയിട്ട്, അതായത് ഒരു ശ്വസന പ്രക്രിയയെ ഉത്തേജിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടും നമ്മൾ എന്ത് ഉപയോഗിക്കുന്നുണ്ട്, കാർബൺ ഡയോക്സൈഡ് വാതകം ഉപയോഗിക്കുന്നുണ്ട്. കാരണം അനസ്തേഷ്യയുടെ സമയത്ത് ഇങ്ങനെയായിരിക്കും, രോഗി അബോധാവസ്ഥയിലായിരിക്കും. അപ്പൊ അവരുടെ ശ്വസന പ്രക്രിയ വളരെ സ്ലോവിലായിരിക്കും പോയിക്കൊണ്ടിരിക്കുന്നുണ്ടാകാം. അപ്പൊ അനസ്തേഷ്യ കഴിഞ്ഞും അനസ്തേഷ്യയുടെ ഇടയിലും ആ ഒരു റെസ്പിറേഷന് സ്റ്റിമുലേറ്റ് ചെയ്യാൻ, ഉത്തേജിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ കൊടുക്കുന്ന വാതകം എന്ത് തന്നെയാണ്, കാർബൺ ഡൈ ഓക്സൈഡ് ആണ്. അപ്പൊ കാർബൺ ഡൈ ഓക്സൈഡ് വാതകം നമ്മുടെ ശരീരത്തിലേക്ക് കൊടുക്കുമ്പോൾ അതിനെ റിമൂവ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമ്മുടെ ശ്വാസോച്ഛ്വാസം വേഗത വർദ്ധിക്കും, അല്ലെ? നമ്മുടെ ശ്വാസം വലിക്കുന്നത് കൂടും, വേഗത വർദ്ധിക്കും. അങ്ങനെ ഒരു റെസ്പിറേറ്ററി സ്റ്റിമുലേഷന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ഉപയോഗിക്കുന്നുണ്ട്, കാർബൺ ഡൈ ഓക്സൈഡ് ഉപയോഗിക്കുന്നുണ്ട്. ഓക്കെ, ആ രണ്ട് പോയിന്റ് ആണ്. ഇൻസഫ്ലേറ്റിംഗ് ഏജന്റ് ആണ്, പിന്നെ റെസ്പിറേറ്ററി സ്റ്റിമുലന്റ് ആയിട്ട് ഉപയോഗിക്കുന്ന മെഡിക്കൽ വാതകം ഏതാണെന്ന് ചോദിച്ചാലും അത് കാർബൺ ഡൈ ഓക്സൈഡ് ആണ്. മൂന്നാമത്തെയാണ് നൈട്രജൻ. നൈട്രജൻ എന്തിനു വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത് അറിയാമോ? ക്രയോ സർജറി അഥവാ ക്രയോജനിക് ഏജന്റ് ആയിട്ട് ഉപയോഗിക്കുന്ന മെഡിക്കൽ വാതകം ഏതെന്ന് ചോദിച്ചാൽ ഉത്തരം എന്താണ്? നൈട്രജൻ. ഇതാണ് ക്രയോജനിക് ഏജന്റ് അഥവാ ക്രയോ സർജറി. ക്രയോ സർജറിയില് നമ്മൾ ക്രയോജനിക് ഏജന്റ് ആയിട്ട് ഉപയോഗിക്കുന്ന മെഡിക്കൽ വാതകം ഏതെന്ന് ചോദിച്ചാൽ അത് ലിക്വിഡ് നൈട്രജൻ ആണ്. ബിക്കോസ് എന്താണ്, ഇത് ക്യാൻസറുകള്, സ്കിന്നിൽ ഉണ്ടാകുന്ന ചില പാടുകള്, ചില ക്ഷതങ്ങള്, ഇതെല്ലാം തന്നെ റിമൂവ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ക്രയോ സർജറിയിൽ നമ്മൾ ഉപയോഗിക്കുന്ന ഒരു മെഡിക്കൽ വാതകമാണ് നൈട്രജൻ. ക്രയോ സർജറി എന്ന് പറഞ്ഞാല് നമ്മൾ എക്സ്ട്രീം കോൾഡ് ഉപയോഗിച്ചുകൊണ്ട്, വളരെയധികം തണുപ്പ് ഉപയോഗിച്ചുകൊണ്ട്, കഠിനമായ തണുപ്പ് ഉപയോഗപ്പെടുത്തിക്കൊണ്ട് നമ്മൾ ക്യാൻസറസ് ആയിട്ടുള്ള കേടുപാടുകൾ സംഭവിച്ചിട്ടുള്ള സെല്ലുകളെ, ടിഷ്യൂസുകളെ ഒക്കെ നമ്മൾ റിമൂവ് ചെയ്യുന്നതിനായിട്ട് നടത്തുന്ന ഒരു സർജറിയാണ് ക്രയോ സർജറി. അവിടെ നമ്മൾ ഉപയോഗിക്കുന്ന എക്സ്ട്രീം കോൾഡ് ആണ്. അതിൽ എന്ത് ഉപയോഗിക്കുന്നുണ്ട്? നൈട്രജൻ ഗ്യാസ് ഉപയോഗിക്കുന്നുണ്ട്. കഴിഞ്ഞിട്ടില്ല, രണ്ടാമത്തെ പോയിന്റ് എന്താണ്? ആൻഡ് ആൾസോ ഫോർ ദി സ്റ്റോറേജ് ഓഫ് ടിഷ്യൂസ്, സെൽസ് ആൻഡ് ബ്ലഡ് ഇൻ ക്രയോജനിക് ടെമ്പറേച്ചേഴ്സ് ടു അവോയ്ഡ് ദ ഓക്സിഡേഷൻ ഓഫ് ദ സാമ്പിൾ. അതുപോലെ തന്നെ നമ്മൾ ഈ പറയുന്ന സെല്ലുകള്, കോശങ്ങള്, അതുപോലെ ടിഷ്യൂസുകള്, ബ്ലഡ്, ഇതെല്ലാം തന്നെ വളരെ ക്രയോജനിക് ടെമ്പറേച്ചറിൽ സൂക്ഷിച്ചുകൊണ്ട്, ക്രയോജനിക് ടെമ്പറേച്ചർ എന്ന് വെച്ചാൽ അതിന്റെ താഴ്ന്ന ടെമ്പറേച്ചർ ആയിരിക്കും, അതിൽ സൂക്ഷിച്ച് അതിന്റെ ഓക്സിഡേഷൻ പ്രിവെന്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ഉപയോഗിക്കുന്നുണ്ട്? നൈട്രജൻ ഗ്യാസ് ഉപയോഗിക്കുന്നുണ്ട്. നൈട്രജൻ ഗ്യാസ് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ക്രയോജനിക് ടെമ്പറേച്ചർ അവിടെ ക്രിയേറ്റ് ചെയ്യുന്നത്. ആ ക്രയോജനിക് ടെമ്പറേച്ചറിൽ കോശങ്ങളും അതുപോലെ ടിഷ്യൂസ്, ബ്ലഡ് ഒക്കെ നമ്മൾ സൂക്ഷിച്ച് അതുവഴി നമ്മൾ ഓക്സിഡേഷൻ തടയുന്നു. ഓക്കെ, അപ്പൊ അതിന് വേണ്ടി ഉപയോഗിക്കുന്നുണ്ട്. പിന്നെ അടുത്തത് എന്താണ്? ഇറ്റ് ക്യാൻ ആൾസോ ബി യൂസ്ഡ് ആസ് എ പാർട്ട് ഓഫ് ദ മെഡിക്കൽ ഗ്യാസ് മിക്സ്ചർ ഫോർ ദ ലങ് ഫംഗ്ഷൻ ടെസ്റ്റ്. അതുപോലെ നമ്മുടെ ശ്വാസകോശ പരിശോധനയിൽ ഉപയോഗിക്കുന്ന വാതക മിശ്രിതങ്ങളുടെ ഒരു ഭാഗമായിട്ടും നമ്മുടെ നൈട്രജൻ ഗ്യാസ് ഉപയോഗിക്കുന്നുണ്ട്. നമ്മുടെ ലങ് ഫംഗ്ഷൻ ടെസ്റ്റിലെ ശ്വാസകോശ പരിശോധനയിൽ ഉപയോഗിക്കുന്ന വാതക മിശ്രിതങ്ങളില് ഒരു ഭാഗം നമ്മൾ നൈട്രജൻ ആണ് ഉപയോഗിക്കുന്നത്. നൈട്രജൻ വാതകം അവിടെ നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. അത് മൂന്നാമത്തെ. നാലാമത്തെ പോയിന്റ് എന്താണ്? നൈട്രജൻ ആസ് എ ഗ്യാസ് ഈസ് യൂസ്ഡ് ടു പവർ ടൂൾസ് ഇൻ പ്ലേസസ് വേർ ദേ ഡു നോട്ട് ഹാവ് ആൻ ഇൻസ്ട്രുമെന്റ് എയർ. അതുപോലെ ഇൻസ്ട്രുമെന്റ് എയർ ഇല്ലാത്ത, വായുവില്ലാത്ത ഇടങ്ങളില് ഈ പറയുന്ന പല മെഡിക്കൽ ഉപകരണങ്ങളെയും പ്രവർത്തിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് എസ് എ പവർ ടൂൾ, പവർ സോഴ്സ് ആയിട്ടും നമ്മൾ എന്ത് ഉപയോഗിക്കുന്നു? നൈട്രജൻ ഗ്യാസ് ഉപയോഗപ്പെടുത്തുന്നു. കിട്ടിയോ? അപ്പൊ 4 കാര്യങ്ങളാണ്. ഒന്ന്, ക്രയോ സർജറിയിൽ ഉപയോഗിക്കുന്നു. അതുപോലെ തന്നെ ക്രയോജനിക് ടെമ്പറേച്ചറിൽ സെല്ലുകളും ടിഷ്യൂസും ബ്ലഡും സ്റ്റോർ ചെയ്യുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്നു. അതുപോലെ തന്നെ ലങ് ഫംഗ്ഷൻ, ശ്വാസകോശ പരിശോധനയിലെ വാതക മിശ്രിതങ്ങളില് ഒന്നായിട്ട് നമ്മൾ നൈട്രജൻ ഗ്യാസ് ഉപയോഗിക്കുന്നുണ്ട്. ഇൻസ്ട്രുമെന്റ് എയർ ഇല്ലാത്ത സ്ഥലങ്ങളില് പല ഉപകരണങ്ങളിൽ പ്രവർത്തിപ്പിക്കുന്ന പവർ സോഴ്സ് ആയിട്ട് നൈട്രജൻ ഗ്യാസ് ഉപയോഗപ്പെടുത്തുന്നു. 4 കാര്യങ്ങളാണ് അതിനകത്ത് പറഞ്ഞത് കേട്ടോ. ഇതിൽ ഏത് പോയിന്റ് വേണമെങ്കിലും നിങ്ങളോട് ചോദിക്കാം കേട്ടോ. ഓക്കെ,
ഇനി എന്താണ്? മോസ്റ്റ് ഓഫ് ദ ടൈം ഇറ്റ് കംസ് ഫ്രം എ മൾട്ടിപ്പിൾ ഓഫ് സിലിണ്ടേഴ്സ് and is piped at pressure with an alarm system at the source and on the use side. കേട്ടോ. ഓക്കെ, മിക്കവാറും ഇത് നമ്മൾ ഒന്നിലധികം സിലിണ്ടറുകൾ വഴിയായിട്ടാണ് നമ്മൾ നൈട്രജൻ ഗ്യാസുകൾ സംഭരിച്ചു വെക്കുന്നത് കേട്ടോ. അതുകൂടാതെ അത് ഉപയോഗിക്കുന്ന സ്ഥലത്ത് ഒരു അലാം സംവിധാനത്തോടു കൂടി ഒരു പ്രത്യേക പ്രഷർ മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ടാണ് നമ്മൾ പൈപ്പ് ലൈൻ സംവിധാനങ്ങളിലൂടെ അത് സപ്ലൈ ചെയ്യുന്നത് കേട്ടോ. ഇതിന് വേണ്ടിയിട്ടാണ് നമ്മൾ അലാം സംവിധാനങ്ങളൊക്കെ വെക്കുന്നത്. ഈ പൈപ്പ് ലൈനിലൂടെ കടന്നു പോകുന്ന സമയത്ത് അതിന്റെ പ്രഷറിലോ എന്തെങ്കിലുമൊക്കെ വാരിയേഷൻസ് അല്ലെങ്കിൽ ഫ്ലക്ച്വേഷൻസ് ഒക്കെ ഉണ്ടോ എന്നറിയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അലാം സംവിധാനങ്ങളൊക്കെ ഘടിപ്പിക്കുന്നത് കേട്ടോ. അങ്ങനെ അലാം സംവിധാനങ്ങളൊക്കെ വെച്ച് ഒരു പ്രത്യേക പ്രഷർ മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ടാണ് നമ്മൾ ഈ പറയുന്ന നൈട്രജൻ ഗ്യാസിനെ പൈപ്പ് ലൈൻ സംവിധാനങ്ങളിലൂടെ കടത്തി വിടുന്നത്. ഓക്കെ, ക്ലിയർ ആയോ? നൈട്രജൻ മനസ്സിലായോ? നൈട്രജൻ ഉപയോഗം ഓക്കെ 4 കാര്യങ്ങൾ കേട്ടോ. ക്രയോസർജറിയിൽ ഉപയോഗിക്കുന്നു. ഓക്സിഡേഷൻ തടയുന്നതിന് വേണ്ടിയിട്ട് ക്രയോജനിക് ടെമ്പറേച്ചറിൽ സൂക്ഷിച്ചു വെക്കുന്നതിന്റെ ഭാഗമായിട്ട് നൈട്രജൻ ഗ്യാസ് ഉപയോഗിക്കുന്നുണ്ട്. ലെൻസ് ഫംഗ്ഷൻ ടെസ്റ്റിന്റെ വാതക മിശ്രിതങ്ങളിൽ ഒന്നായിട്ട് നൈട്രജൻ ഗ്യാസ് ഉപയോഗിക്കുന്നുണ്ട്. അതുപോലെ ഇൻസ്ട്രുമെന്റ് എയർ ഇല്ലാത്ത ഇടങ്ങളില് പല മെഡിക്കൽ ഉപകരണങ്ങൾ പ്രവർത്തിപ്പിക്കുന്നതിനും നൈട്രജൻ ഗ്യാസ് ഉപയോഗപ്പെടുത്തുന്നു. ഓക്കെ, സിസ്റ്റം വായിച്ചു നോക്കിയേ, വായിച്ചു നോക്കട്ടോ. നെക്സ്റ്റ് ആണ് നമുക്ക് പഠിക്കാനുള്ളത് നൈട്രസ് ഓക്സൈഡ് കേട്ടോ. എന്താണ് നൈട്രസ് ഓക്സൈഡ് കേട്ടോ? എന്താണ് നൈട്രജൻ അണ്ടർലൈൻ ചെയ്യാനുണ്ട്, അത് ഫുള്ള് അണ്ടർലൈൻ ചെയ്യണം. ഞാനൊരു പോയിന്റ് ആയിട്ട് പറഞ്ഞിരുന്നല്ലോ, പ്രൈവറ്റ് സർജറിയിൽ ഉപയോഗിക്കുന്നു. അതുപോലെ അടുത്തത് സ്റ്റോറേജ് ഓഫ് ടിഷ്യൂ സെൽസ് ആൻഡ് ബ്ലഡ് ഇൻ ക്രയോജനിക് ടെമ്പറേച്ചർ. അതുപോലെ യൂസ്ഡ് ആസ് എ പാർട്ട് ഓഫ് മെഡിക്കൽ ഗ്യാസ് മിക്സ്ചർ ഫോർ ലങ് ഫംഗ്ഷൻ ടെസ്റ്റ്. 3ാമത്തെ പോയിന്റ്. പിന്നെ നൈട്രജൻ ഗ്യാസ് ഇസ് യൂസ്ഡ് ടു പവർ tubes in place where they do not have the instrument here. അല്ലോ, അത്രയും പോയിന്റുകൾ നോട്ട് ചെയ്ത് വെക്കുക കേട്ടോ. അടുത്തതാണ് നൈട്രസ് ഓക്സൈഡ് കേട്ടോ. ശ്രദ്ധിക്കാം, നൈട്രസ് ഓക്സൈഡ് is a medical gas commonly known as a blasting gas. പല പലപ്പോഴും നിങ്ങൾ കേട്ടിട്ടുണ്ട്, ഇവിടെ മാത്രമല്ല അല്ലാതെയും കേട്ടിട്ടുണ്ടാവും അല്ലെ. ചിരിപ്പിക്കുന്ന വാതകം എന്നറിയപ്പെടുന്ന വാതകമാണിത് നൈട്രസ് ഓക്സൈഡ്. നമ്മൾ ചോദിച്ചിട്ടുണ്ട് കേട്ടോ, വിച്ച് മെഡിക്കൽ ഗ്യാസ് ഈസ് നോൺ ആസ് എ ലാഫിംഗ് ഗ്യാസ്. ഇതല്ലാതെ PSCയിലും അങ്ങനെയൊക്കെ ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. ചിരിപ്പിക്കുന്ന വാതകം എന്നറിയപ്പെടുന്നത് ഏതാണ്? നൈട്രസ് ഓക്സൈഡ് കേട്ടോ. N2O. ഓക്കെ, നൈട്രസ് ഓക്സൈഡ്. ഇനി എന്തിനു വേണ്ടിയിട്ടാണ് ഇത് ഉപയോഗിക്കുന്നത് നോക്കിയേ. ദിസ് മെഡിക്കൽ ഗ്യാസ് ഈസ് യൂസ്ഡ് ഇൻ numerous surgical procedures. That's both an anesthetic and analgesic. അണ്ടർലൈൻ ചെയ്യാം കേട്ടോ. അനസ്തെറ്റിക് ആൻഡ് അനാൽജസിക്, വേദന സംഹാരിയായിട്ട് അനസ്തെറ്റിക് ഏജന്റ് ആയിട്ടൊക്കെ നമ്മൾ ഉപയോഗിക്കുന്ന ഒരു മെഡിക്കൽ വാതകമാണ് നൈട്രസ് ഓക്സൈഡ്. കാരണം അതിനൊരു യൂഫോറിക് എഫക്റ്റ് ഉണ്ട്. നിങ്ങൾ വിചാരിക്കും ആ വാതകം അകത്ത് ചെല്ലുമ്പോൾ നമുക്ക് ചിരി വരുന്നതായിരിക്കും. ചിരി വരിക എന്ന് പറഞ്ഞാൽ നമ്മൾ ഉദ്ദേശിക്കുന്നത് നമുക്കൊരു പ്ലസന്റ് ഫീലിംഗ് ആണ് വരിക. പ്ലസന്റ് ആയിട്ടുള്ള ഒരു ഫീലിംഗ് ആണ് വരിക. പക്ഷെ നമുക്ക് പ്രശ്നവും കാര്യങ്ങളൊന്നുമില്ല, വളരെ കാം ആൻഡ് ക്വൈറ്റ് ആയിട്ടുള്ള, വളരെ സമാധാനമുള്ള, വളരെ പ്ലസന്റ് ആയിട്ടുള്ള ആ ഒരു എന്താണ് മാറ്റം നമ്മൾക്ക് നമ്മുടെ ശരീരത്തിൽ ഉണ്ടാകും. അതുകൊണ്ട് തന്നെയാണ് അത് വേദന സംഹാരിയായിട്ടും അനസ്തെറ്റിക് ഏജന്റ് ആയിട്ടൊക്കെ ഉപയോഗിക്കുന്നത്. അനസ്തേഷ്യ സമയത്ത് നമ്മുടെ ബോഡി ശരിക്കും എന്താണ്, വളരെ കാമായിട്ടുള്ള ഒരു അവസ്ഥയിലാണ് അല്ലെ. അപ്പൊ ഇതൊരു അനസ്തെറ്റിക് ഏജന്റ് ആയിട്ട്, അതുപോലെ അനാൽജസിക് വേദന സംഹാരിയിട്ടോ, അനാൽജസിക് മീൻസ് വേദന സംഹാരിയായിട്ട് മറ്റും ഉപയോഗിക്കുന്ന മെഡിക്കൽ വാതകമാണ് നൈട്രസ് ഓക്സൈഡ്. നൈട്രസ് ഓക്സൈഡിനെയാണ് നമ്മൾ ചിരിപ്പിക്കുന്ന വാതകം അഥവാ ലാഫിംഗ് ഗ്യാസ് എന്ന് അറിയപ്പെടുന്നത്. ഓക്കെ, അടുത്തതാണ് വാക്വം. വാക്വം എന്താണെന്ന് നമുക്കറിയാം. ഇതിന് വേണ്ടിയിട്ടാണ് വാക്വം ഉപയോഗിക്കുന്നത്. പൈപ്ഡ് മെഡിക്കൽ സർജിക്കൽ വാക്വം സിസ്റ്റം ഇസ് യൂസ്ഡ് ഫോർ പേഷ്യന്റ് ഡ്രെയിനിങ്. പ്രത്യേകിച്ച് നമ്മൾ ഒരു രോഗിയുടെ ശരീരത്തിൽ നിന്നുള്ള ദ്രാവകങ്ങളും മറ്റും പുറത്തേക്ക് കളയുന്നതിന് വേണ്ടിയിട്ട് വാക്വം ഉപയോഗിക്കുന്നുണ്ട് അല്ലെ. അതുപോലെ ആസ്പിറേഷൻ ആൻഡ് സക്ഷൻ, ഇത് തന്നെ നമ്മൾ ശരീരത്തിൽ നിന്ന്
എന്താണ് ദ്രാവകങ്ങൾ, ഇപ്പൊ ബ്ലഡ് ആവാം, സംഭവമാവാം, മറ്റെന്തെങ്കിലും വസ്തുക്കളൊക്കെ വലിച്ചെടുക്കുന്നതിനും മറ്റുമായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ഒന്നാണ് എന്ത് വാക്വം എന്ന് പറയുന്നത്. ഓക്കെ, അത് നോട്ട് ചെയ്ത് വെക്കാട്ടോ, അണ്ടർലൈൻ ചെയ്ത് വെക്കാട്ടോ. ദാറ്റ് ഈസ് യൂസ്ഡ് ഫോർ പേഷ്യന്റ് ട്രെയിനിങ്, ആസ്പിറേഷൻ ആൻഡ് സക്ഷൻ. പേഷ്യന്റ് ട്രെയിനിങ് മീൻസ് രോഗിയുടെ ശരീരത്തിൽ നിന്നുള്ള എന്താണ് മറ്റുള്ള അനാവശ്യ ദ്രാവകങ്ങളും മറ്റുമൊക്കെ പുറത്തേക്ക് കളയുന്നതിന് വേണ്ടിയിട്ട്, വലിച്ചെടുക്കുന്നതിനും മറ്റുമായിട്ട് ഉപയോഗിക്കുന്ന ഒന്നാണ് വാക്വം. This means that medical vacuum in a hospital supports suction equipment. അപ്പൊ നമ്മുടെ ഹോസ്പിറ്റലില് ഈ വാക്വം സപ്പോർട്ട് ചെയ്യുന്നത് സക്ഷൻ എക്യുപ്മെന്റ് ആണ്. സക്ഷൻ എക്യുപ്മെന്റ് ഇല്ലേ, സക്ക് ചെയ്തെടുക്കാനുള്ള എക്യുപ്മെന്റ്സിനെ സപ്പോർട്ട് ചെയ്യുന്ന ഒന്നാണ് എന്ത് മെഡിക്കൽ വാക്വം എന്ന് പറയുന്നത്. ആ മെഡിക്കൽ വാക്വം അതിനകത്തേക്ക് കടത്തി വിട്ടിട്ടാണ് നമ്മൾ സക്ക് ചെയ്തെടുക്കുന്നത്. സക്ഷൻ ഡിഷ് ഉപയോഗിച്ച് സക്ക് ചെയ്ത് വലിച്ചെടുക്കുന്നത് കേട്ടോ. ഇനി വാക്വം will vary across the pipeline, but is commonly maintained around 75 kilopascal. അണ്ടർലൈൻ ചെയ്യാം കേട്ടോ. ഈ പൈപ്പ് ലൈൻ സംവിധാനങ്ങളിലൂടെ വാക്വം കടന്നു പോകുമ്പോൾ പ്രഷറിൽ വ്യത്യാസങ്ങൾ വരാം. എന്നിരുന്നാലും ഏകദേശം ഒരു 75 കിലോപാസ്കൽ മർദ്ദം, കിലോ പാസ്കൽ പ്രഷർ മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ടാണ് വാക്വം പൈപ്പ് ലൈനിലൂടെ കടന്നു പോകുന്നത്. എത്രയാണ് 75 കിലോ പാസ്കൽ കേട്ടോ, KPA. ഏകദേശം 75 കിലോ പാസ്കൽ, 75 കിലോ പാസ്കൽ. പാസ്കല് പ്രഷറിന്റെ യൂണിറ്റ് ആണ് കേട്ടോ. ഓക്കെ, അത് മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ടാണ് വാക്വം പൈപ്പ് ലൈൻ സംവിധാനങ്ങളിലൂടെ കടന്നു പോകുന്നത്. ലാസ്റ്റ് ആൻഡ് ഫൈനൽ വൺ എന്താണ്? കംപ്രസ്ഡ് എയർ ആണ് കേട്ടോ. എന്താണ് കംപ്രസ്ഡ് എയർ? കംപ്രസ്ഡ് എയർ എന്ന് പറഞ്ഞാൽ എന്താണ്? കംപ്രസ് ചെയ്തിട്ടുള്ള എയർ അല്ലെ. കംപ്രസ്ഡ് എയർ എന്ന് പറയുമ്പോൾ എന്താണ് ഉദ്ദേശിക്കുന്നത്? അതായത് പ്യൂരിഫൈഡ് ആയിട്ടുള്ള എയർ തന്നെയാണ് കേട്ടോ. പക്ഷെ ഏതുപോലെ ആവില്ല, മെഡിക്കൽ എയർ പോലെ പ്യൂരിഫൈഡ് ആവണമെന്നില്ല, അത്രയേ ഉള്ളൂ കേട്ടോ. കംപ്രസ്ഡ് എയർ യൂസ്ഡ് ഫോർ ബോത്ത് മെഡിക്കൽ ആൻഡ് നോൺ മെഡിക്കൽ പർപ്പസ് കേട്ടോ. കംപ്രസ്ഡ് എയർ മെഡിക്കൽ പർപ്പസിനും നോൺ മെഡിക്കൽ പർപ്പസിനും ഒക്കെ ഉപയോഗിക്കുന്നുണ്ട് കേട്ടോ. മെഡിക്കൽ യൂസ് ഇൻക്ലൂഡ്, നമുക്ക് പഠിക്കേണ്ടത് മെഡിക്കൽ യൂസ് ആണ്. മെഡിക്കൽ യൂസിൽ എന്തൊക്കെ വരുന്നുണ്ട്? ഇറ്റ് ഇൻക്ലൂഡ്സ് ലബോറട്ടറി വർക്ക്, ലാബുകളിൽ ഉപയോഗിക്കുന്നുണ്ട്. ഇൻഹേലേഷൻ തെറാപ്പി, ശ്വസന ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കുന്നുണ്ട്. ആൻഡ് പവറിംഗ് ഓഫ് സർജിക്കൽ ടൂൾസ്, ചില സർജിക്കൽ എക്യുപ്മെന്റ്സുകളും മറ്റും പ്രവർത്തിപ്പിക്കുന്നതിനും നമ്മൾ എന്ത് ഉപയോഗിക്കുന്നുണ്ട്? കംപ്രസ്ഡ് എയർ ഉപയോഗിക്കുന്നുണ്ട്. ചെയ്യാട്ടോ. അപ്പൊ നിങ്ങൾക്ക് ഒരു സംശയം തോന്നാം, ഇത് തന്നെയല്ലേ മെഡിക്കൽ എയർ? എന്താ വ്യത്യാസം? മെഡിക്കൽ എയർ എന്ന് പറയുന്നത് കംപ്രസ്ഡും ആണ് പ്യൂരിഫൈഡും ആണ്. അതെന്ന് പറയുന്നത് ഏകദേശം ഒരു 99.5% പ്യൂരിഫൈഡ് ആയിട്ടുള്ള എയർ ആണ് മെഡിക്കൽ എയർ. കംപ്രസ്ഡ് എയർ എന്ന് പറയുമ്പോൾ അത്രയും പ്യൂരിഫൈഡ് അല്ല. പിന്നെ മാത്രമല്ല, ഇത് മെഡിക്കൽ പർപ്പസിന് മാത്രമല്ല ഉപയോഗിക്കുന്നത്, നോൺ മെഡിക്കൽ പർപ്പസിനും ഇത് ഉപയോഗപ്പെടുത്താവുന്നതാണ്. പ്രധാനമായിട്ടും ലാബുകളില് ഇൻഹേലേഷൻ തെറാപ്പി, സർജിക്കൽ ടൂൾസും മറ്റും പ്രവർത്തിപ്പിക്കുന്നതിന് എന്ത് ഉപയോഗിക്കുന്നുണ്ട്? കംപ്രസ്ഡ് എയർ ഉപയോഗിക്കുന്നുണ്ട്. ഓക്കെ, ക്ലിയർ ആണോ? ഓക്കെ, ഇനി നമുക്ക് നെക്സ്റ്റ് പഠിക്കാനുള്ളതാണ് സിസ്റ്റം, അതായത് സെൻട്രലൈസ്ഡ് മെഡിക്കൽ ഗ്യാസ് സിസ്റ്റം. കമ്പോണൻസുകളാണ് പഠിക്കാനുള്ളത്. ഇവിടെ നമുക്ക് കുറച്ചൊന്ന് ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലാക്കാനുണ്ട് കേട്ടോ. അപ്പൊ പ്രധാനമായിട്ടും സെൻട്രലൈസ്ഡ് മെഡിക്കൽ ഗ്യാസ് സിസ്റ്റം എന്ന് പറയുമ്പോൾ അതില് 6 കമ്പോണന്റുകളാണ് വരുന്നത്. ഞാൻ അതിന്റെ ഒരു പിക്ചർ നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ. ആ പിക്ചർ നിങ്ങളൊന്ന് കണ്ടു വെക്കുക. കാണുന്നുണ്ടല്ലോ, പിക്ചർ കാണുന്നില്ലേ? പിക്ചർ കാണുന്നുണ്ടോ? ഓക്കെ, ഈ പിക്ചർ നിങ്ങളുടെ മനസ്സിലേക്ക് ഒന്ന് എടുത്തു വെച്ചോളൂ കേട്ടോ. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഗ്യാസ് യൂസ് ചെയ്യുന്നത് വെന്റിലേറ്റർ ഓപ്പറേഷൻ തിയേറ്ററിലാണോ കൂടുതൽ? അതെ അതെ അതെ, കൂടുതൽ അവിടെയാണ്. പക്ഷെ അല്ലാതെ ഉപയോഗിക്കുന്നുണ്ട്, വാർഡുകളിലും റൂമുകളിലും ഒക്കെ ഉപയോഗിക്കുന്നുണ്ട്. ഓക്കെ, വാർഡുകളിൽ ഉപയോഗിക്കുന്ന റൂമുകളിൽ ഉപയോഗിച്ച് കൂടുതൽ ഈ പറഞ്ഞ ആവശ്യം വരുന്നത് ICU, ഓപ്പറേഷൻ തിയേറ്റർ, വെന്റിലേറ്ററിലൊക്കെ ആവശ്യം വരും കേട്ടോ. ഓക്കെ, അപ്പൊ നോക്കി ഈ പിക്ചർ നിങ്ങളുടെ മനസ്സിലേക്ക് ഒന്ന് എടുത്തു വെക്കാം. ഇത് ഒരു സെൻട്രലൈസ്ഡ് പൈപ്പ് ലൈൻ സിസ്റ്റത്തിന്റെ ഒരു ഫ്രെയിം വർക്ക് ആണ് അവിടെ കാണിച്ചിരിക്കുന്നത് കേട്ടോ. ഇവിടെ നിങ്ങൾക്ക് കാണാം, ഇതൊരു ആശുപത്രിയുടെ ഒരു റൂമുകളൊക്കെയാണ് കേട്ടോ. ഈ താഴെ കാണുന്ന ഒരു ഭാഗം നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. ഇവിടെ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഓക്കെ, കണ്ടോ? ടാങ്കുകളൊക്കെ കാണാം നിങ്ങൾക്ക്, അതുപോലെ സിലിണ്ടറുകളൊക്കെ കാണാൻ പറ്റും കണ്ടോ. സിലിണ്ടറുകൾ കാണാൻ സാധിക്കും. ഇവിടെയൊക്കെ ചെറിയ മോണിറ്ററിംഗ് സംവിധാനങ്ങളും റെഗുലേറ്ററുകളും ഉണ്ട്. അത് നമുക്ക് അതിന് ഫോക്കസ് ചെയ്യാൻ പറ്റില്ല. അതെ, ഇവിടെ റെഗുലേറ്ററുകളൊക്കെ നിങ്ങൾക്ക് കാണാം, അലാം സംവിധാനങ്ങളും എല്ലാം ഉള്ള ഈ ഒരു ഏരിയ മൊത്തത്തിൽ നിങ്ങളൊന്ന് നോക്കി വെക്കാം. ഇതിന് മാനിഫോൾഡ് സിസ്റ്റം എന്നാണ് പറയാം. എന്താണ് പറയാ? മാനിഫോൾഡ് സിസ്റ്റം. പഠിക്കുന്നുണ്ട് കേട്ടോ എന്താണെന്നുള്ളത്. എങ്കിലും നിങ്ങൾ ഈ ചിത്രം നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് പെട്ടെന്ന് വായിക്കുമ്പോൾ മനസ്സിലാവും. അതുകൊണ്ടാണ് കേട്ടോ
അപ്പൊ നോക്കി ഇതിന് നമ്മൾ മാനിഫോൾഡ് സിസ്റ്റം എന്നാണ് പറയുക. കാര്യം എന്താണ്, ഈ സിലിണ്ടറുകളും അതുപോലെ ടാങ്കും പിന്നെന്താണ്, ഇവിടെ നിന്നാണ് നമ്മുടെ പൈപ്പ് ലൈൻ, പൈപ്പിംഗ് നെറ്റ്വർക്ക് ഇവിടെ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. കണ്ടില്ലേ, ഈ മാനിഫോൾഡ് സിസ്റ്റത്തിൽ നിന്നാണ് നമ്മുടെ പൈപ്പ് ലൈൻ സംവിധാനങ്ങള് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇവിടെ നിന്ന് ഈ കാണുന്നത് മുഴുവൻ പൈപ്പ് ലൈൻ സംവിധാനങ്ങളാണ്. ഈ പൈപ്പ് ലൈൻ സിസ്റ്റം എവിടെയൊക്കെ ഏതൊക്കെ റൂമുകളിലേക്ക് പോകുന്നുണ്ട് നോക്കിയേ. ഇതൊക്കെ ICU ഉണ്ടാവും, ഓപ്പറേഷൻ തിയേറ്റർ ഉണ്ട്, വാർഡുകളുണ്ട്, കണ്ടോ. വിവിധ ഏരിയകളിലേക്ക് ഈ പൈപ്പ് ലൈൻ സംവിധാനങ്ങളിലൂടെയാണ് നമ്മുടെ മാനിഫോൾഡ് സിസ്റ്റത്തിൽ ഇവിടെ നിന്ന് തുടങ്ങുന്ന ആ ഒരു ഗ്യാസ് സപ്ലൈ പൈപ്പിംഗ് നെറ്റ്വർക്കുകൾ വഴിയായിട്ടാണ് നമ്മുടെ ആശുപത്രിയുടെ വിവിധ ഏരിയകളിലോട്ട് എത്തുന്നത്. ഈ ഒരു പിക്ചർ നിങ്ങൾ കാണുക കേട്ടോ, ശ്രദ്ധിച്ച് മനസ്സിലാക്കി വയ്ക്കാം. ഓക്കെ, ഇനി നമുക്ക് ആ ഒരു കമ്പോണൻസുകൾ അടുത്ത ക്ലാസ്സിൽ നമുക്ക് പഠിക്കാം. എന്താണ് ഗ്രൗണ്ട് ഫ്ലോറിൽ? അതെ അതെ, പൊതുവെ ഗ്രൗണ്ട് ഫ്ലോറിലായിട്ടാണ് ഉണ്ടാവുക കേട്ടോ, ഗ്രൗണ്ട് ഫ്ലോറിൽ. പക്ഷെ അതിന്റെ ലൊക്കേഷൻ ഒന്നും കറക്റ്റ് ആയിട്ട് ഇന്ന സ്ഥലത്താണ് മാനിഫോൾഡ് സിസ്റ്റം ഉണ്ടാവാന്ന് പറയുന്നത്. പക്ഷെ എന്തായിരിക്കും, ഗ്രൗണ്ട് ഫ്ലോറിൽ കേട്ടോ, ഗ്രൗണ്ട് ഫ്ലോറും ആവാം, ചിലപ്പോൾ ടോപ്പ് ഫ്ലോറിലും. അതെനിക്ക് കറക്റ്റ് ആയിട്ട് അറിയില്ല, ഞാൻ ഇത് നോക്കിയിട്ട് പറയാം കേട്ടോ. എന്തായാലും ഈ പിക്ചറിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഗ്രൗണ്ട് ഫ്ലോറിൽ നിന്ന് തന്നെയാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് കേട്ടോ. ഓക്കെ, മിക്കവാറും ഗ്രൗണ്ട് ഫ്ലോറിലാവും, കാര്യം അവിടേക്ക് എത്തിക്കാനാണ് നമുക്ക് സൗകര്യം, ഉള്ളല്ല കേട്ടോ. അപ്പൊ നമുക്ക് ഒരു കാര്യം ചെയ്യാം, ബാക്കിയുള്ള ഇത് നെക്സ്റ്റ് ക്ലാസ്സിൽ പറയാം കേട്ടോ. ആ കമ്പോണന്റുകളാണ് നമ്മളൊന്ന് ശ്രദ്ധിച്ച് നോക്കേണ്ടത്. അത് കഴിഞ്ഞാലുള്ള ഭാഗങ്ങൾ നമുക്ക് വേഗം പറഞ്ഞു പോകാൻ പറ്റുന്ന കാര്യങ്ങളാണ് കേട്ടോ. പക്ഷെ ഈ പിക്ചർ നിങ്ങളുടെ മൈൻഡിൽ ഉണ്ടാവുക, ആ പിക്ചർ മൈൻഡിൽ വെച്ചിട്ട് അത് വായിക്കുമ്പോഴാണ് കേൾക്കും കേട്ടോ. ഓക്കെ അല്ലേ? നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം. താങ്ക് യു മാം. Thank you, ma'am.